ചിരിക്കൂ നോക്കട്ടെ, ചിരിക്കൂ. ഫ്യൂ മോർ സ്മൈൽസ് ബാക്കിയുള്ളൂ. അഭിജിത്ത്, ഇത് വലിയ വേറൊരു എന്താ പറയാ ചേഞ്ച് ആണല്ലോ, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ലുക്കൊക്കെ. മുടി വളർന്നിട്ടാണോ താടി വളർന്നിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ലുക്കിംഗ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങൾ കാണുന്നില്ല അല്ലേ, ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് അതിനെ ആലോചിച്ചു ഇത് ആരാന്നുള്ള മട്ടിൽ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്കെന്താ മെല്ലെ മെല്ലെ. യു ഹാവ് യുവർ ബുക്സ് വിത്ത് യു? യെസ്. ഞാനില്ലേ കുറച്ച് ഒന്ന് ഒരല്പം എന്താ പറയുക ടഫർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരല്പം ചിന്തിക്കേണ്ട സൈഡ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളില്ലേ ഡിറക്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു തരാം, തുടക്കത്തിലോ അല്ലെങ്കിൽ ഇടയിലൊക്കെ പറഞ്ഞു തരാം. അത് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് എടുത്താൽ മതി. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2 days അല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അല്പം ടഫർ സൈഡിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളതും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, കുറച്ച് പ്രോബ്ലം ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പം മെല്ലെ മെല്ലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ആൻഡ് 13 chapters ഉണ്ട് ടോട്ടൽ. അതിനകത്തുനിന്ന് ടുഡേ മൈ ഹോപ്പ് ഇസ് ലൈക്ക് നമ്മൾ ഇന്ന് 7 കംപ്ലീറ്റ് ചെയ്യും. ബാക്കി നാളെ 7 തീർന്നില്ലെങ്കിൽ മിനിമം 6 എങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു ഐഡിയ. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചേക്കുന്നു. മിനിമം 6, ബാക്കി നാളത്തേക്ക്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ 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 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ടുഡേ നമ്മൾ ഫസ്റ്റ് സ്റ്റഡി ടൈം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്റർ ഈസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇത് വൺ ഓഫ് ദ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത്യാവശ്യം വെയിറ്റേജ് വരുന്നൊരു ചാപ്റ്ററാണ്. ആൻഡ് ഇതിനകത്ത് ഈ എഴുതി വെച്ചേക്കുന്ന പോയിന്റ്സ് എന്നാണെന്ന് അറിയാവോ? ദിസ് ഇസ് ബേസിക്കലി നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത പോയിന്റ്സ്. യു മൈറ്റ് ബി സ്കിപ്പിംഗ് സം പോയിന്റ്സ് ദാറ്റ് ഇസ് ലൈക്ക് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്നൊക്കെ തോന്നുന്ന ചില പോയിന്റ്സ് ഒക്കെ യു മൈറ്റ് ബി സ്കിപ്പിംഗ് ഇൻ ബിറ്റ്വീൻ അല്ലേ. നിങ്ങൾ ആ ചാപ്റ്റർ റീഡ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പോയിന്റ്സ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നോക്കിയിട്ടുണ്ടാവണം. ദിസ് ഇസ് ദ ബേസിക് സമ്മറി. ആൻഡ് ഈ പോർഷനിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് പൊതുവെ ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് വൈ ഐ ഹവ് റിട്ടൺ ലൈക്ക് ദിസ്. എല്ലാ ചാപ്റ്ററിനും ഇതുപോലെ ഉണ്ടായിരിക്കും. ആൻഡ് ഈ PDF-നകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലൈക്ക് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമും നമുക്കിന്ന് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ലൈക്ക് സം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ PDF കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ആയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് കേട്ടോ. യെസ്, ഫസ്റ്റ് വൺ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് വെച്ചേക്കാണ്. ദാറ്റ് ഇസ് പോളിനേഷൻ ആൻഡ് ടൈപ്സ്. ഐ ഹോപ്പ് യു റിമെമ്പർ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 3 പോളിനേഷനെ ഡിവൈഡ് ചെയ്തേക്കുന്നു. ഓട്ടോഗമി, ജൈറ്റ്നോഗമി, സിനോഗമി. ഇത് 3 നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് വാട്ടർ പോളിനേഷൻ, ഇൻസെക്ട് പോളിനേഷൻ ആൻഡ് വിൻഡ് പോളിനേഷൻ. ഇത് 3 വിത്ത് എക്സാമ്പിൾ ആൻഡ് വിത്ത് ഫീച്ചേഴ്സ്. വാട്ട് ആർ ദ ലൈക്ക് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള എന്ത് ഫീച്ചേഴ്സ് ആണ് ഓരോ പോളിനേഷനും വേണ്ടത് എന്നുള്ള പോയിന്റ്സ് അടക്കം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകണം, പഠിച്ചിട്ടുണ്ടാകണം. ഐ ആസ്ക് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഇൻ ബിറ്റ്വീൻ. അതിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിങ്ങൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. ഇഫ് പോസിബിൾ ഐ വിൽ അൺമ്യൂട്ട് യു. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്ക് എപ്പോഴും വൈബ്രന്റ് കളേഴ്സ് ഉള്ള ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള വലിയ ഫ്ലവേഴ്സ് ഏത് പോളിനേഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്? വിച്ച് പോളിനേഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്? ചാറ്റ് ബോക്സിലായിരിക്കും. വിച്ച് പോളിനേഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്? ഇൻസെക്ട് പോളിനേഷൻ. യെസ്, അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഫ്ലോറസൻസ് ഒക്കെ ആണെങ്കിൽ അത് എന്ത് പോളിനേഷന്റെ ഫീച്ചറാ? ഇൻഫ്ലോറസൻസ് ആണെങ്കിൽ ഇൻഫ്ലോറസൻസ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചല്ലേ. ഇൻഫ്ലോറസൻസ് കൈൻഡ് ഓഫ് ഒരു സാധനമാണെങ്കിൽ അതെന്ത് പോളിനേഷൻ ആയിരിക്കും? ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ? ബേർഡ് പോളിനേഷനോ? വിൻഡ്, മൈറ്റ് ബി വിൻഡ്. ഓക്കെ, അതിപ്പോൾ വലിയ പൂക്കളൊക്കെയാ ഇൻഫ്ലോറസൻസിൽ ഇങ്ങനെ വലിയ പൂക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പോളിനേറ്റിംഗ് ഏജൻസ് ലൈക്ക് ബംബിൾ ബീസ് മാതിരിയുള്ള സാധനം. ഇപ്പോൾ നിങ്ങൾ കണിക്കൊന്നും കണ്ടിട്ടില്ലേ? കെസിയ ഫിസ്റ്റുല കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനകത്തൊക്കെ അത്യാവശ്യം സൈസുള്ള പൂക്കളാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ദാറ്റ്സ് ആൻ ഇൻഫ്ലോറസൻസ്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് ഒരൊറ്റ റാച്ചസിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസ് വരുമ്പോഴത്തേക്കും കുഞ്ഞു ബംബിൾ ബീസ് ഒക്കെ ആയിരിക്കും അതിനകത്ത് പോളിനേഷൻ നടത്തുക. പക്ഷേ ദീസ് സം അതർ പ്ലാന്റ്സ് ആർ ഓൾസോ ദർ. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും, മൈന്യൂട്ട് പൂക്കളായിരിക്കും. ആ പൂക്കളിലൊന്നും ഇതുപോലെ ബംബിൾ ബീസിനോ അല്ലെങ്കിൽ ചെറിയ ബീസിനോ ഒന്നും പോളിനേഷൻ നടത്താൻ പറ്റില്ല. ആൻഡ് അറ്റ് ദ ടൈം ദേ വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ വിൻഡ് പോളിനേഷൻ കേട്ടോ. മോസ്റ്റ്ലി വിൻഡ് പോളിനേഷൻ ആയിരിക്കും. ഓക്കെ, യെസ്. വാലിസ്നേറിയയുടെ പോളിനേഷൻ മെത്തേഡ് എന്താ? വാലിസ്നേറിയ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളുടെ അടുത്ത് വാലിസ്നേറിയ മാത്രം സ്പെഷ്യലായിട്ട് എടുത്ത് ചോദിക്കലുണ്ട്. ഓക്കെ, യെസ്. വാട്ടർ പോളിനേഷൻ അല്ലേ? അതിൻ്റെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും രണ്ടിടത്തായിരിക്കും ഉണ്ടാവുക. വാട്ടറിന് തന്നെ ഡിഫറെൻറ്റ് ലെവൽസിലായിരിക്കും ഉണ്ടാവുക. ഓർമ്മയുണ്ടോ? ഇല്ലേ?
യെസ് ഓക്കെ, അതൊന്നും ഓർത്ത് വെച്ചേക്കണം. ബിക്കോസ് എവറി ടൈം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോ, വാലസ്നറി ഈസ് ആസ്ക്ഡ് ഇൻ എ സെപ്പറേറ്റ് വേ. സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ വാലസ്നറിയുടെ മാത്രം എടുത്ത് ചോദിച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കിയേക്കാം. ദെൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, യു റിമെമ്പർ ദ സ്റ്റെപ്സ്. എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത് ഓർമ്മയുണ്ടോ? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഹൗ മെനി സ്റ്റെപ്സ് അതെന്ന് ചോദിച്ചാൽ എത്ര സ്റ്റെപ്സ് എന്ന് പറയും? 2 steps. ചിലവർ പറയുന്നു 2 steps, ചിലവർ പറയുന്നു 3 steps. ഒരാൾ 5 പറയുന്നുണ്ട്. നോ നോ നോ, നോട്ട് 5. ഹൗ ദാറ്റ് ഈസ് 5? നമ്മളെങ്ങനെയാ 5 ആയിട്ട് നമ്മൾ അതിപ്പോൾ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതി പോകാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, 5 ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ ബേസിക്കലി ദർ ആർ 3 steps എന്നുള്ള രീതിയിൽ പറയാം. 2 steps ഓക്കെ, ദാറ്റ് ഈസ് ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ് അല്ലേ? ഇമാസ്കുലേഷനും ബാഗിങ്ങും ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന് 2 steps ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ് അല്ലേ? അല്ലേ? യെസ്. അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് റീബാങ്കിങ് കൂടെ പറയാം. റീബാങ്കിങ് കൂടെ പറയുമ്പോഴത്തേക്കുമാണ് we'll be saying that it is like 3-step ആയിട്ടുള്ള കണ്ടീഷൻ. ഇപ്പോൾ ദേവദത്ത് പറഞ്ഞ പോലെ 5 steps വരുമ്പോഴത്തേക്ക് നമ്മൾ പാരൻസിനെ സെലക്ട് ചെയ്യുന്നു, ദെൻ വി ആർ ഡൂയിങ് ഇമാസ്കുലേഷൻ, എന്നിട്ട് നമ്മൾ പോളം കളക്ട് ചെയ്യുന്നു, അങ്ങനെ 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 കുറച്ചൊന്ന് ഇലാബറേറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ 5 സ്റ്റെപ്സിലോട്ടൊക്കെ പോവുക. ബേസിക്കലി ഒരു 3 steps ഇമാസ്കുലേഷൻ, ബാഗിങ്, റീബാഗിങ്, ഇത് മറക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവറിൽ നമ്മൾ ഇമാസ്കുലേഷൻ ചെയ്യേണ്ടതുണ്ടോ? ബൈസെക്ഷൽ ഫ്ലവറിൽ വേണ്ട വേണ്ട വേണ്ട. പിന്നെ എവിടെയാ മക്കളെ ചെയ്യേണ്ടത്? ബൈസെക്ഷൽ ഫ്ലവറിൽ ഇമാസ്കുലേഷൻ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. എല്ലാവരും പറഞ്ഞു വേണ്ട വേണ്ട, ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എവിടെയാ ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ എ ബൈസെക്ഷൽ ഫ്ലവർ. ഇറ്റ് മസ്റ്റ് ബി ഡൺ ഇൻ എ ബൈസെക്ഷൽ ഫ്ലവർ കേട്ടോ. ആൻഡ് യൂണിസെക്ഷൽ ആകുമ്പോഴത്തേക്ക് നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് യൂണിസെക്ഷൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫീമെയിലിനെ ചൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇതാണ് പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക്. ദെൻ സ്ട്രക്ചർ ഓഫ് എംബ്രിയോ സാക്. ഹൗ മെനി ഓഫ് യു ഹാവ് ഓൾറെഡി സ്റ്റഡി ടു ഡ്രോ ദാറ്റ് സ്ട്രക്ചർ? എത്ര പേർക്ക് സ്ട്രക്ചർ ഡ്രോ ചെയ്യാൻ അറിയാം? യെസ് ഓക്കെ. അപ്പം അതിനകത്ത് മൈക്രോപൈലിന്റെ പോർഷനിലുള്ള 3 cells ഏതൊക്കെയാ? മൈക്രോപൈലിന്റെ പോർഷനിലുള്ള 3 cells, വിച്ച് ആർ ദ 3 cells ഓൺ ദ സൈഡ് ഓഫ് മൈക്രോപൈൽ? മൈക്രോപൈലിന്റെ സൈഡിലുള്ള 3 cells, 3 cells അല്ലേ ഉള്ളൂ അല്ലേ? ഓപ്പോസിറ്റ് ടു ദാറ്റ് ഇസ് ദ അതർ 3 cells. ഏതാണ് 3 cells? എഗ് അപ്പാരറ്റസ് ആൻഡ് സിനർജിഡ്സ്. 2 synergid is there അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്ന് മിസ് വിചാരിക്കുന്നു. ഇതുപോലെ ഒരു സ്ട്രക്ചർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് മൈക്രോപൈലർ ആൻഡ് നേരെ ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും ദിസ് ഇസ് ചലാസ അല്ലേ? ഇവിടെ 3 cells ഉണ്ടായിരിക്കും അല്ലേ? ഇതിനകത്ത് 3 എണ്ണത്തിൽ 2 of them will be synergids. സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിരിക്കുന്നു കേട്ടോ. 2 എണ്ണം synergids ആയിരിക്കും and the other one will be egg cell അല്ലേ? ആൻഡ് ഇത് 3ഉം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? ടുഗെദർ വി കോൾ ഇറ്റ് ആസ് egg apparatus. ആണോ? യെസ് യെസ്. നേരെ ഓപ്പോസിറ്റിലും ഇതുപോലെ തന്നെ എത്ര സെൽസ് ഉണ്ടായിരിക്കും? 3 cells ഉണ്ടായിരിക്കും. വി കോൾ ദം ടുഗെദർ ആസ്, നമ്മൾ 3 ആളും കൂടെ ഒരുമിച്ച് എന്താ വിളിക്കുക? ആന്റിപോഡൽസ് അല്ലേ? ആന്റിപോഡൽസ് എന്ന് വിളിക്കും. ആൻഡ് ദെൻ സെൻട്രൽ എന്തുണ്ട്? ഒരു ലാർജ് സെൻട്രൽ സെൽ ഉണ്ട്. ദിസ് ഇസ് ദ ലാർജ് സെൻട്രൽ സെൽ. ഞാൻ CC എന്നൊക്കെ എഴുതുന്നുള്ളൂ കേട്ടോ, സമയം പോവല്ലെങ്കിൽ. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമ്മൾക്ക് 2 ന്യൂക്ലിയസ് കാണാൻ പറ്റും. ദീസ് ആർ കോൾഡ് ആസ്, ഈ 2 പേരെ നമ്മൾ എന്ത് വിളിക്കും? പോളാർ ന്യൂക്ലിയൈ അല്ലേ? ഇങ്ങനെയല്ലേ? യെസ്. അപ്പൊ നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കോ. ദർ ആർ 6 cells. ടോപ്പിൽ 3 എണ്ണം, താഴെ 3 എണ്ണം, അങ്ങനെ 6 അല്ലേ? പ്ലസ് ഒരു വലിയ സെൽ. സോ ദാറ്റ് ഈസ് 7 celled കണ്ടീഷൻ അല്ലേ? പക്ഷെ ന്യൂക്ലിയസ് എത്ര ഉണ്ട്? 6 cell എന്ന് പറയുമ്പോഴത്തേക്കും 6 ന്യൂക്ലിയസ് ഉണ്ട്. പ്ലസ് ഈ ഒരു സെല്ലിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 2 ന്യൂക്ലിയസ് ഉണ്ട്. ദാറ്റ് മൈറ്റ് ബി 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ. പലപ്പോഴും കുട്ടികൾക്ക് എന്ത് പറ്റുമെന്ന് അറിയോ? ഈ സെല്ലും ന്യൂക്ലിയസിന്റെ എണ്ണം തമ്മിൽ മാറിപ്പോ. ഓൾവേസ് റിമെമ്പർ, സെല്ലിന്റെ എണ്ണത്തിനേക്കാൾ ഒരു 2 എണ്ണം കൂടുതലാണ് ഒരെണ്ണം കൂടുതലാണ് നമ്മളുടെ ന്യൂക്ലിയസിന്റെ എണ്ണം. ഇതൊന്നും ഓർത്ത് വെച്ചേക്കണം. യു റിമെമ്പർ ടു യു സ്റ്റഡി ടു ഡ്രോ ദാറ്റ് ഓൾസോ കേട്ടോ. പിന്നെ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഓർക്കുന്നുണ്ട്? 2 പ്രോസസ്സുകൾ. ഡബിൾ ഫെർട്ടിലൈസേഷനിൽ 2 പ്രോസസ്സുകൾ ഓർക്കുന്നുണ്ടോ? യെസ്, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ അല്ലേ? സിംഗമിയുടെ റിസൾട്ട് ആയിട്ട് നമുക്ക് എന്താ കിട്ടുക? സൈഗോട്ട് ആണോ കിട്ടുക? അത് വേറെ എന്തെങ്കിലും ആണോ കിട്ടുക? സിംഗമിയുടെ റിസൾട്ട് ആയിട്ട് വാട്ട് വി ഗെറ്റ് സൈഗോട്ട് അല്ലേ? ട്രിപ്പിൾ ഫ്യൂഷന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? വാട്ട് വി ഗെറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ട്രിപ്പിൾ ഫ്യൂഷൻ? പെൻ കിട്ടും. വാട്ട് ഈസ് എ ഫുൾ ഫോം? വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് പെൻ? വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് പെൻ? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. വാട്ട് ഈസ് എ പ്ലോയിഡി ഓഫ് പെൻ? വാട്ട് ഈസ് എ പ്ലോയിഡി ഓഫ് പെൻ? 3n അല്ലേ? 3n ആണ്. ആൻഡ് വാട്ട് ഈസ് എ പ്ലോയിഡി ഓഫ് സൈഗോട്ട്? സൈഗോട്ടിൻ്റെത് 2n. ഹൗ ഇറ്റ് ബിക്കംസ് 3n? ഈ പെൻ എങ്ങനെയാ 3n ആവുന്നത്?
അറിയോ? ഓർമ്മയുണ്ടോ? ഹൗ ദിസ് പെൻ ബിക്കംസ് 3n എന്ന് ഓർക്കുന്നുണ്ടോ? യു റിമെമ്പർ ദാറ്റ്? ഒരു മെയിൽ ആയിട്ടുള്ള ഒരു ജേം സെൽ ഉണ്ട് അല്ലേ? മെയിൽ ജേം സെൽ. യെസ്. അപ്പോൾ മെയിൽ ജേം സെൽ പ്ലസ് ഹൗ മെനി പോളാർ ന്യൂക്ലിയൈ? 2 പോളാർ ന്യൂക്ലിയൈ അല്ലേ? മെയിൽ ജേം സെൽ ഇസ് ഹാപ്ലോയിഡ് അല്ലേ? പോളാർ ന്യൂക്ലിയൈ ഇസ് ഓൾസോ ഹാപ്ലോയിഡ്. പക്ഷെ എത്ര പോളാർ ന്യൂക്ലിയൈ? 2 പോളാർ ന്യൂക്ലിയൈ. അപ്പോൾ ടോട്ടൽ 3n. Okay, this is how you get it. ചോദിച്ചാൽ എഴുതണം. Okay, fine. Yes. Outbreeding devices. When does a plant go for outbreeding devices? To depend upon outbreeding devices. When does a plant go for depending upon this outbreeding devices? എന്ന് ചോദിച്ചാൽ എന്താ പറയാ? One word is there. Inbreeding depression. Very good, Harsha. Inbreeding depression. Very good, Jayadath. Inbreeding depression എന്ന് പറഞ്ഞാൽ എന്താ? Inbreed ചെയ്ത് autogamy ചെയ്ത് now it does not want to do this autogamy, and that point is what we call as inbreeding depression. അപ്പോൾ inbreeding depression avoid ചെയ്യാൻ വേണ്ടിയിട്ടാണ് it might be going for something called as outbreeding devices. One of the important among outbreeding devices is self incompatibility. Do you remember that term? സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി. ദാറ്റ് മീൻസ് സ്വന്തം പോളൻ യൂസ് ചെയ്ത് സ്വന്തമായിട്ട് ഫെർട്ടിലൈസ്ഡ് ആകാൻ പറ്റാത്ത സിറ്റുവേഷൻ. സെൽഫ് പോളൻ ഇസ് നോട്ട് കമ്പാറ്റബിൾ ഫോർ ദാറ്റ് പ്ലാന്റ്. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി മാത്രം ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. സെപ്പറേറ്റ്ലി നിങ്ങളോട് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് എഴുതാൻ അങ്ങനെയൊന്നും പറയത്തില്ല. സെപ്പറേറ്റ്ലി ദേ മൈറ്റ് ആസ്ക് ഫോർ ദിസ് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി. Then monocot versus dicot embryo. I am saying about the structure. You remember that structure? Coleoptile and coleorhiza. ഏത് എംബ്രിയോന്റെ പാർട്ടാണ്? monocot or dicot? Coleoptile and coleorhiza is a part of which embryo? Monocot or dicot? മോണോക്കോട്ടും പറയുന്നുണ്ട്, ഡൈക്കോട്ടും പറയുന്നുണ്ട് ചാറ്റ് ബോക്സിൽ. അതെന്തായാലും നന്നായി. ലാസ്റ്റ് ദിവസം വന്നിട്ട് ഇങ്ങനെ രണ്ടുത്തരങ്ങൾ പറയാം. തേജസ് കിട്ടിയോ? വിച്ച് വൺ ഇസ് ഇറ്റ്? നാഗ്രസും തേജസ് ഒക്കെ നാഗ്രീസ് അല്ലേ? നാർഗസ്. യോ ഐ ഡോണ്ട് റിമെമ്പർ ഹർ നെയിം ടിൽ നൗ. എൻ്റെ അമ്മേ, അത് ഇപ്പോഴും കൺഫ്യൂസിങ് ആണ് എനിക്ക്. എടാ വോട്ടെവർ. കിട്ടിയോ നിങ്ങൾക്ക് രണ്ടാൾക്കും? പുസ്തകത്തിൽ തപ്പി കിട്ടിയോ? വാട്ട് ഇസ് ഇറ്റ്? ഡൈക്കോട്ട് ഓർ മോണോക്കോട്ട്? മോണോക്കോട്ടിന്റെ സ്ട്രക്ചർ ഓർക്കുന്നില്ലേ നിങ്ങൾ? ഒരു വലിയൊരു റെക്ടാംഗിൾ മാതിരത്തെ ഒരു സ്ട്രക്ചർ. ഇതിന് ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട്. എന്നിട്ട് ഇവിടെയാണ് എന്തുള്ളത്? കോളിയോപ്റ്റൈൽ. then there is plumule and then there is coleorhiza. then inside it is there is the radicle. ഇതെല്ലാം ഓർക്കുന്നുണ്ടോ? പിന്നെ ഇവിടെ എന്തുണ്ട്? അല്യൂറോൺ ലെയർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടീൻ ലെയർ ഒക്കെ ഉണ്ട്. ഓർമ്മയുണ്ടോ? യെസ്? നോ? യെസ്. ഓക്കെ. യാ. Monocot embryo. കേട്ടോ? monocot embryo ക്ക് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ which one will you give? ഒരു എക്സാമ്പിൾ ഫോർ monocot embryo എന്ന് പറഞ്ഞാൽ which one will you give? Can we go for Bengal gram അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, പറ്റത്തില്ല. ഗ്രാസിന്റെ embryo. okay. then rice. peas. like think about green peas. നമുക്ക് അതിനിങ്ങനെ രണ്ടാക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ അത് ഡൈക്കോട്ട് ആയില്ലേ? ഇറ്റ്സ് ഡൈക്കോട്ട്. Peas, Bengal grams, everything comes under dicot. Keta? Okay. Then there is development of embryo. How are you supposed to say this development of embryo? Or window? First one is orkanda proembryo. Yes. Globular embryo, heart-shaped embryo, and mature embryo. Picture തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ അറിയുമോ? പിക്ചർ തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ അറിയുമോ? യെസ്. ഗ്ലോബുലാർ മീൻസ് താഴെ ഒരു ഗ്ലോബ് പോർഷൻ പോലെ ആയിരിക്കും അല്ലേ? കൈൻഡ് ഓഫ് ഒരു ഗ്ലോബ് പോർഷൻ പോലെ. ആൻഡ് ഹാർട്ട് ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ താഴെ ഒരു ഹാർട്ട് ഷേപ്ഡ് പോർഷൻ പോലെ ആയിരിക്കും. അങ്ങനെ ഉള്ളൊരു ഷേപ്പ് വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. അതർവൈസ് ഇറ്റ് വിൽ ബി ഹാർഡ് ഫോർ യു ടു റിമെമ്പർ ദാറ്റ്. കേട്ടോ? അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ, ട്രേസ് ദ ഡെവലപ്മെന്റ് പാത്ത് ഓഫ് എംബ്രിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ട്രേസ് ദ ഡെവലപ്മെന്റ് പാത്ത് ഓഫ് എംബ്രിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ലൈക്ക് പ്രോ എംബ്രിയോ, ഗ്ലോബുലർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആൻഡ് മെച്യൂർ എംബ്രിയോ. ഓക്കെ? യെസ്. ദെൻ മൈക്രോസ്പൊറാൻജിയം ആൻഡ് മെഗാസ്പൊറാൻജിയം. ഇവിടെ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ഇതാണ്, വെൻ മൈക്രോസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോസിസ്, ഹൗ മെനി മൈക്രോസ്പോർസ് ആർ ഫോംഡ്? അടി കിട്ടും ദൈവത്തിന്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കൂ. when a microspore mother cell undergoes meiosis, how many microspores are formed? 4. കേട്ടോ?
ആൻഡ് ദാറ്റ് ബിക്കംസ് എ ടെട്രഗണൽ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ നമ്മള്? ഫോർ എണ്ണമായിരിക്കും ഉണ്ടാവുക. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദിസ് വെൻ കംസ് ടു മെഗാസ്പോർ? മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോസിസ് ആൻഡ് ഹൗ മെനി സെൽസ് ആർ ഫോംഡ്? ആദ്യം എത്ര സെൽ ഉണ്ടാവും? എൻ്റെ ജെഫിനെ കിട്ടും നിനക്ക്. ആദ്യം 4 സെൽ ഉണ്ടാവും അല്ലേ? അതിൽ 3 കേടായി പോവും. ഹാഫ് മെനി വിൽ ബി ലെഫ്റ്റ്. 1 വിൽ ബി ദ ഫങ്ഷണൽ വൺ. ഓൺലി 1 വിൽ ബി ലെഫ്റ്റ് ആസ് ഫങ്ഷണൽ വൺ അല്ലേ? അപ്പോൾ ഒരെണ്ണമാണ് അറ്റ് ദ എൻഡിൽ നമ്മൾക്ക് മെഗാസ്പോർ മദർ സെല്ലിന്റെ മിയോസിസിൽ കൂടെ കിട്ടുന്നുണ്ടാവുക അല്ലേ? യെസ്. ദെൻ കംസ് ടു പാർത്തനോകാർപ്പി. ഒരു പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന് എക്സാമ്പിൾ പറയൂ. വെരി ഗുഡ് അനക. ഒരു പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന് എക്സാമ്പിൾ പറയൂ. ഗ്രേപ്സ്, ബനാന, അങ്ങനെ അല്ലേ? ഈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് പഠിക്കുമ്പോൾ ഇല്ലേ, യു ഹാവ് ടു അതിൻ്റെ ഒപ്പം തന്നെ അപ്പോമിക്സിസും കൂടെ പഠിച്ചു പോവുക. I have seen so many questions where parthenocarpy and apomixis are asked for you together. രണ്ടും കൂടെ ഒരുമിച്ചിട്ടായിരിക്കും ചോദിക്കുക. ലൈക്ക് somehow what is the difference between these two? What are the peculiarities of these two എന്നൊക്കെയുള്ള രീതിയിൽ ഒരുമിച്ച് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ അപ്പോമിക്സിസും കൂടെ പഠിക്കും. ഓക്കെ, ദീസ് ആർ ദ ടോപ്പിക്സ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇത്രയും. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ഷാൽ വി മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഹാവ് ഗിവൺ ഫോർ യു എ പ്രോബ്ലം. ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ കേട്ടോ. ക്വസ്റ്റ്യൻ കേട്ടോ. If a myocyte of a maize, ഒന്ന് click ചെയ്തേ. Yes. If a myocyte of a maize plant contains 20 chromosomes, write the number of chromosomes in the endosperm and embryo of the maize grain and give reasons in support of your answer. അതൊന്നും എനിക്ക് വേണ്ട, give reasons ഒന്നും വേണ്ട. Just tell me what is the number of chromosomes in the endosperm and in the embryo. What is the ploidy of a myocyte? Endosperm is 60. Ammachi. Ma'am, can you send the PDF later? Yeah, sure. നിങ്ങളുടെ ഷഡമിസ് ആയിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതർവൈസ് ദിസ് വിൽ ബി അപ്ലോഡ് ടു ദ യൂട്യൂബ് ആൻഡ് യൂട്യൂബിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ? യെസ്, യാ. ഓക്കെ, എനിവേ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഷഡമിസിൻ്റെ അടുത്ത് ജസ്റ്റ് ചോദിച്ചാൽ മതിയേ. നൈറ്റ് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. ബൈ ദിസ് നൈറ്റ് തന്നെ വാങ്ങിക്കാം കേട്ടോ. ഓക്കെ. Yes. I was asking about the ploidy of a myocyte. What is the ploidy of a myocyte? Myocyte is 2n, not n. It is 2n. ഈ 2n കണ്ടീഷനിൽ മിയോസൈറ്റിനകത്തുള്ള ക്രോമസോമിന്റെ എണ്ണമാണ് 20. That is given. അല്ലേ? And you are asked about the number of chromosomes in endosperm. Endosperm means pen അല്ലെങ്കിൽ peck. അല്ലേ? പ്രൈമറി എൻഡോസ്പേം സെൽ അല്ലെങ്കിൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അപ്പോൾ ഈ എൻഡോസ്പേമിനകത്ത് എത്രയുണ്ടാവും? വാട്ട് ഈസ് ദ പ്ലോയിഡി ദെയർ? ദാറ്റ് ഈസ് 3n അല്ലേ? 2n 20 ആണെങ്കിൽ ഹൗ മച്ച് വിൽ ബി n? സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ ദാറ്റ് ഈസ് 10 റൈറ്റ്? അങ്ങനെയാണെങ്കിൽ 3n എത്രയോ? ദാറ്റ് ഈസ് 10 into 3, ദാറ്റ് വിൽ ബി 30 അല്ലേ? അങ്ങനെ എൻഡോസ്പേമിനകത്ത് നമ്പർ ഓഫ് ക്രോമസോംസ് വിൽ ബി 30. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ് റൈറ്റ്? വെരി ഗുഡ് തേജസ്. Yes, ഇത് കഴിഞ്ഞിട്ടില്ല. Very good, Nargis. Okay. And what is the number of chromosomes in the embryo also? You have to find that embryo also. Embryo and ploidy എത്രയാ? Zygote develop ചെയ്തിട്ടാണോ embryo ഉണ്ടാവുന്നത്? Zygote develop ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേജ് ആണോ embryo? Just think and say. ആണോ? Yes. Zygote എന്ന് പറയുന്നത് എന്താ? Zygote is in a 2n condition. ഈ zygote ഡെവലപ്പ് ചെയ്തിട്ടാണ്, as we all know, embryo develops. So embryo will be also in a 2n condition. And 2n condition എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 20 എന്ന് തന്നിട്ടുണ്ട്. So endospermന്റെ 30 എന്ന് വരും, embryoന്റെ 20 എന്ന് വരും. How many of you got it right? Anjana and Hana അല്ലേ? Yes. ഇതുപോലത്തെ ഒരു പ്രോബ്ലം you have to expect. ക്ലിക്ക് ചെയ്തോ ഈ സംഭവം? Only thing that you need to know is like myocyte is a diploid cell. അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മാത്രം മതി. പിടികിട്ടിയോ? myocyte is a diploid cell എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. യെസ്, ഇത് വർക്ക് ചെയ്യുന്നില്ല. യെസ്, ആൻസർ കേട്ടോ. യെസ്, ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്തെടുക്കുക കേട്ടോ. വാട്ട് എവർ നിങ്ങൾക്ക് കിട്ടുന്ന PDF-നകത്ത് എന്തുണ്ടായിരിക്കും? നിങ്ങൾക്ക് കിട്ടുന്ന PDF-നകത്ത് ബ്ലൂ കളറിലെ ആൻസർ ഉണ്ടായിരിക്കും. ഏടാ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്. ഡു യു തിങ്ക് apomixis can be combined with asexual reproduction? Support your answer giving one reason. How is apomixis beneficial to farmers? Apomixis ഒരു asexual reproduction method ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? Yes or no? One statement is there that is given in your textbook, that is apomixis is a kind of asexual reproduction.
that mimics in the sexual reproduction. അല്ലേ? എന്താണ് അപ്പോമിക്സിസിൽ നടക്കുന്നത്? ഗാമറ്റ് ഫ്യൂഷൻ ഉണ്ടോ? ഗാമറ്റ് ഫ്യൂഷൻ ഉണ്ടോ? യെസ്, no gamete fusion. പക്ഷെ എന്തുണ്ട്? that gamete will be developing into an embryo, അല്ലേ? and that embryo is actually in a diploid condition. അതല്ലേ സംഭവം? യെസ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക, യൂഷ്വലി നമ്മുടെ ഫെർട്ടിലൈസേഷന്റെ ഇവന്റ്സ് ആണ് എന്തൊക്കെ കാര്യങ്ങൾ? ഗാമറ്റ് ഫ്യൂസ് ചെയ്യുക, ഗാമറ്റ് ഫ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് വി വിൽ ബി ഗെറ്റിംഗ് ആൻ എംബ്രിയോ, അല്ലേ? പക്ഷെ അപ്പോമിക്സിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ ദർ ഇസ് നോ ഗാമറ്റ് ഫ്യൂഷൻ. ഗാമറ്റ് ഫ്യൂഷൻ ഇല്ല. ഗാമറ്റ് ഫ്യൂഷന് പകരം വാട്ട് വി ഹാവ് ദർ ഇസ്, വിത്തൗട്ട് ദിസ് ഗാമറ്റ് ഫ്യൂഷൻ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു? വൺ embryo is developed. One embryo is developed, and that embryo develop ചെയ്തത് will be in a 2n condition അല്ലെങ്കിൽ diploid condition. അപ്പോൾ അതുകൊണ്ടാണ് we will be saying that gamete fusion ഇല്ലാത്തത് കൊണ്ട് that is an asexual reproduction. പക്ഷേ the embryo that we get is in a 2n condition, അതുകൊണ്ട് that is a kind of sexual reproduction. അപ്പോൾ asexual ആണ്, sexual ആണ്. പിടി കിട്ടിയോ? What is the benefit that the farmers have with this apomixis? What is the benefit that the farmers have with this apomixis? എന്ത് ബെനിഫിറ്റ്സ് അവർക്കുള്ളത്? Do they have any? Yes. They do not have to pollinate. Yes, പോളിനേഷൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. That's one thing. പിന്നെ എന്താ ഉള്ളത്? ഭയങ്കര കോസ്റ്റ് ജാസ്തി വരുന്നുണ്ടോ? കോസ്റ്റ് ജാസ്തി ആവുന്നുണ്ടോ? നോ, ഇല്ല, അത്ര കോസ്റ്റ് വരുന്നില്ല, അല്ലേ? പിന്നെ അത് മാത്രമല്ല, they will be able to produce a lot of crops, അല്ലേ? വേരിയേഷൻ ഇല്ലാതെ തന്നെ പാരന്റിനോട് സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള കുറേ ക്രോപ്സ് കൊണ്ടുവരാൻ പറ്റും, റൈറ്റ്? അങ്ങനെ ഒന്ന് 2-3 പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഐ ഹാവ് റിട്ടൺ 2 points ഹിയർ. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് എഴുതാം, ദേ ഡു നോട്ട് ബി ഹാവ് ടു ലൈക്ക് എവറി ടൈം നമ്മൾ ഈ അപ്പോമിക്റ്റിക് ആയിട്ടുള്ള സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദേ വിൽ ബി ലൈക്ക് പ്രൊഡ്യൂസിങ് ജനറ്റിക് വേരിയേഷൻ ഇല്ലാത്ത, വേരിയേഷൻ ലെസ് ആയിട്ടുള്ള കുറേ ലൈക്ക് എംബ്രയോസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്, അല്ലെങ്കിൽ സീഡ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ദർ വാസ് എ ടൊമാറ്റോ ഫ്ലവർ, ആൻഡ് ടൊമാറ്റോ ഫ്ലവർ റീപ്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വി ഗോട്ട് 240 വയബിൾ ആയിട്ടുള്ള സീഡ്സ് കിട്ടി. ദിസ് ഇസ് എ വെരി ലെങ്തി ക്വസ്റ്റ്യൻ. ഇതൊരു കൈൻഡ് ഓഫ് ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ മാതിരിയാണ്. ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു, ടൊമാറ്റോൻ്റെ ഒരു ടൊമാറ്റോ പ്ലാന്റ് ഉണ്ടായിരുന്നു, അതിലൊരു ഫ്ലവർ ഉണ്ടായിരുന്നു. ആൻഡ് ദ ടൊമാറ്റോ ഫ്ലവർ അണ്ടർവെന്റ് ദിസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും വി ഗോട്ട് 240 വയബിൾ സീഡ്സ്. 240 is the number. അങ്ങനെയാണെങ്കിൽ what would have been the number, minimum number of ovules present in per pollinated pistil? How many number of ovules might be there? നമുക്ക് 240 സീഡ് കിട്ടി. എത്ര ഓവ്യൂൾ ഉണ്ടായിട്ടുണ്ടാകണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഐ വിൽ റൈറ്റ്, യു വിൽ സേ 240. ഹൗ ഇറ്റ് കംസ് 240? എന്താ കാരണം? ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്തിട്ടല്ലേ സീഡ് ഉണ്ടാവുന്നത്, അല്ലേ? ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്തൊരു ഫ്രൂട്ട് ആയി കഴിഞ്ഞാൽ ഫ്രൂട്ടിന്റെ ഏത് പാർട്ടായിട്ട് മാറും? ദേ വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു സീഡ്, അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇഫ് ദർ ആർ 240 സീഡ്സ്, ഇതിന് മുന്നേ എത്ര ഓവ്യൂൾസ് ഉണ്ടായിട്ടുണ്ടാവണം? 240 ഓവ്യൂൾസ് ഉണ്ടായിട്ടുണ്ടാവണം. സോ ഫസ്റ്റ് ആൻസർ വിൽ ബി 240. കിട്ടിയോ എല്ലാവർക്കും? ആൻസർ കിട്ടിയായിരുന്നോ? യെസ്, ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി മൈക്രോസ്പോർ മദർ സെൽ വുഡ് മിനിമലി ബി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് requisite number of pollen grains? How many microspore mother cells? Each microspore mother cell will be giving 4 pollens at the end of this process. അങ്ങനെയാണെങ്കിൽ അമ്മേ 960യോ? ഒരു 9 കൂടി പോയതാ അല്ലേ? ഓക്കെ, then 60. How it comes 60 മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയുന്നത്? കാരണം 1 മൈക്രോസ്പോർ മദർ സെല്ല് എത്ര മൈക്രോസ്പോർസിന് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിനെ ഉണ്ടാക്കും? 4 ഉണ്ടാക്കും. 4 എണ്ണമാണ് ഒരു മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാക്കുക, അല്ലേ? അപ്പൊ 60 × 4 ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വ്യൂൾസിനെ പോളിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി റിക്വയർ 1 പോളൻ ഗ്രെയിൻ. ആ കണക്കിലായി കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? 60 × 4 ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് 240, അല്ലേ? സോ നമ്പർ ഓഫ് മൈക്രോസ്പോർ മദർ സെൽ ഇസ് 60. കിട്ടിയായിരുന്നു എല്ലാവർക്കും? Yes. Then comes the third question. Third question is like, how many pollen grains must have minimally pollinated the carpel? എത്ര pollen grains ഉണ്ടായിട്ടുണ്ടാവും pollination നടത്താൻ? ഓരോ കാർപ്പലിനെയും pollination നടത്താൻ വേണ്ടിയിട്ട് how many pollen grains must have minimally pollinated? 240. ഓർപ്പിച്ചോ? Final answer 240? Yes? Okay. Third one is 240.
ഇനി fourth question നോക്കി. How many male gametes have used to produce these 240 viable seeds? How many male gametes? Male gametes, how many were there to produce these 240 viable seeds? You are saying 480, 120. ഞാൻ ഇവിടെ എല്ലാം എഴുതി വെക്കാം അങ്ങനെയാണെങ്കിൽ. 480 is one answer, 120 is one answer. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ആരോ 60 കൂടെ അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 60 കൂടെ എഴുതുന്നത്. We'll check out at the end, കേട്ടോ. Then fifth question is like, how many megaspore mother cell were required in this process? How many megaspore mother cell? How many megaspore mother cell? 240. അതും 240 അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഫൈനൽ ആൻസർ അല്ലേ? കഴിഞ്ഞില്ലേ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളത്? യെസ്, ഓക്കെ. ഏറ്റവും ആദ്യത്തത് എന്താ, നമ്മളുടെ കയ്യിലുള്ള നമ്പർ ഓഫ് സീഡ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 240 ആണ്. ആൻഡ് 240 സീഡ്സിന് വേണ്ടതായിട്ടുള്ള ഓവ്യൂൾസ് അല്ലേ, അല്ലെങ്കിൽ ആ സീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വന്നിരുന്ന ഓവ്യൂൾസ് എത്രയാണ്? ദാറ്റ് ഈസ് ഓൾസോ 240. കാരണം ഈച്ച് ഓവ്യൂൾ വിൽ ബി ഡെവലപ്പിംഗ് ഇൻ ടു എ സീഡ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ദാറ്റ് ഈസ് എ റൈറ്റ് ആൻസർ. സെക്കൻഡ് വൺ നോക്കിക്കേ, ഹൗ മെനി മൈക്രോസ്പോർ മദർ സെൽസ് ആർ നെസസറി? ദാറ്റ് ഈസ് 60. കാരണം 60 മൈക്രോസ്പോർ മദർ സെല്ല് 4 മൈക്രോസ്പോർസിനെ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിനെ വീതം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് വി വിൽ ബി ഏബിൾ ടു ഗെറ്റ് 240 മൈക്രോസ്പോർസ്. അപ്പോൾ 240 മൈക്രോസ്പോർസ് ഉണ്ടെങ്കിൽ 240 ഓവ്യൂൾസിനെ പോളിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 240 മൈക്രോസ്പോർസ് ഉണ്ടാക്കാൻ വേണ്ടി വി റിക്വയർ 60 മൈക്രോസ്പോർ മദർ സെൽ. ഓക്കെ, സോ 60 ആർ റിക്വയർഡ്. ഇനിയും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ഓവ്യൂൾസിനൊക്കെ പോളിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹൗ മച്ച് പോളൻ ഗ്രെയിൻസ് ഡു വി നീഡ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ? വി റിക്വയർ 240, റൈറ്റ്? 240 പോളൻ ഗ്രെയിൻസ് നമുക്ക് ആവശ്യമാണ്. ആൻഡ് ഈച്ച് പോളൻ ഗ്രെയിൻ വിൽ ബി ഹാവിങ് ഹൗ മെനി മെയിൽ ഗാമേറ്റ്സ്? എത്ര മെയിൽ ഗാമേറ്റ്സ് ഉണ്ടായിരിക്കും ഇതിനകത്ത്? 2 മെയിൽ ഗാമേറ്റ്സ് വീതം ഉണ്ടായിരിക്കും അല്ലേ? മെയിൽ ഗാമേറ്റ്സ് അല്ലെങ്കിൽ മെയിൽ ജോം സെൽസ് വീതം ഉണ്ടായിരിക്കും ഓരോ പോളൻ ഗ്രെയിനിലും അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? വൺ ഓഫ് ദ pollen grain was there. ഇതിനകത്ത് 2 സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. This is one cell, this is one cell, and this one will be forming zygote അല്ലേ? This one will be forming pen. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഈ പറഞ്ഞ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കെ കഴിഞ്ഞ് കിട്ടുന്നത്. ആൻഡ് നമ്മൾ ഫ്രൂട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് one of them will be forming എന്ത്? ovule, and one of them will be forming ovary അല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. So what do we need is like number of pollen grains minimally required is 240. 240 pollen grains ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ 240 ലൈക്ക് ഓവ്യൂൾസിനെയും പോളിനേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ആൻഡ് നമ്പർ ഓഫ് മെയിൽ ഗാമേറ്റ്സ് ഇൻവോൾവ്, സൈഗോട്ട് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സീഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഓഫ് മെയിൽ ഗാമേറ്റ്സ് ആണ് അവർ ചോദിക്കുന്നത്. ദ നമ്പർ ഓഫ് സീഡ് ഇസ് പ്രൊവൈഡഡ്. ഈ 240 സീഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൗ മെനി മെയിൽ ഗാമേറ്റ്സ് ഈസ് റിക്വയർഡ്? പിടികിട്ടിയോ? യൂഷ്വലി നമ്മൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ഗാമേറ്റ്സ് എത്രയാ? ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ഗാമേറ്റ്സ് ആണ് ഈ 480 എന്ന് പറയുന്നത് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ഗാമേറ്റ്സ് ആണ് 240 ആണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ്. 240 പോളൻ ഗ്രെയിൻസിനകത്തുള്ള മെയിൽ ഗാമേറ്റിന്റെ നമ്പർ ആണ് 480. Am I right? Yes. ഈ 480 നമുക്ക് സീഡ് ഉണ്ടാക്കാൻ ആവശ്യമില്ല അല്ലേ? ഫ്രം ദിസ് 480 240 എങ്ങോട്ട് പോകും? ഓവറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും അല്ലേ? ബാക്കി 240 ആണ് എന്തുണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരിക്കുക? ഓവ്യൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരിക്കുക അല്ലേ? ഓവറി വിൽ ബി ഡെവലപ്പിംഗ് ഇൻ ടു ഫ്രൂട്ട് എന്നും ഓവ്യൂൾ വിൽ ബി ഡെവലപ്പിംഗ് ഇൻ ടു സീഡ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സീഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൗ മെനി മെയിൽ ഗാമേറ്റ് ഇസ് നെസസറി എന്ന് ചോദിച്ചാൽ വാട്ട് വിൽ ബി ദ ആൻസർ? 240 വിൽ ബി ദ ആൻസർ. പിടികിട്ടിയോ? Do we need to go back to the question? Fourth question നോക്കിക്കോ. How many male gametes would have been used to produce 240 viable seeds? Only seeds they are asking. സീഡ് ഉണ്ടാക്കാൻ എത്ര വേണം? That's why it is 240. പിടികിട്ടിയോ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ 480 തെറ്റിപ്പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്, ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ഹൗ മെനി മെഗാസ്പോർ മദർ സെൽസ് ആർ ഇൻവോൾവ്? ദാറ്റ് വിൽ ബി 240. കാരണം ഓരോ മെഗാസ്പോർ മദർ സെല്ലും ഓരോരോ ഓവ്യൂൾസ് ആണ് തരുന്നത്, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, എത്ര പേരുടെ ഈ 5ഉം ശരിയായി? എത്ര പേരുടെ ഈ 5ഉം ശരിയായി? 1 among 2. നിങ്ങൾ എത്ര പേരുള്ളത്? അല്ല, 2 ആളുകളുടെയാണ് ശരിയായിട്ടുള്ളത്. 3. ഓക്കെ, 3-4 പേരുടെ ശരിയായിട്ടുണ്ട്. ചിന്ന മിസ്റ്റേക്സ് ഐ തിങ്ക് അല്ലേ? കുറച്ച് പേരുടെ കിളികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കണക്ക് കഴിഞ്ഞതോട് കൂടിയിട്ട് അല്ലേ? ഓക്കെ,
സഞ്ജയുടെ പകുതി ശരിയായി തോന്നുന്നു അല്ലേ? ഓക്കെ ശരി. എടാ അടുത്തൊരു ക്വസ്റ്റ്യൻ. ദിസ് ഈസ് അതിലും വലിയ ക്വസ്റ്റ്യൻ. You read this. This is a case-based questions. Okay, case-based question. Okay, and in this question, ഇവിടെ ഒരു paragraph പോലെ തന്നിട്ടുണ്ട്. In angiosperms, I'll read. In angiosperms, the pollen grains are being transferred from the anther to the stigma and is termed as pollination. And this phenomenon was first discovered by Camerius in 1694 at the end of 17th century. Pollen grains are immobile. They cannot reach the stigma by themselves. An external agent is required for this. The pollination is mainly of two types, self and cross pollination. Diagram below shows the two plants of the same species showing different types of pollination. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. ആൻഡ് ആ ഡയഗ്രം നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ മതി നിങ്ങൾ. ഇപ്പോൾ ഇത് നോക്കിയിട്ട് പറയൂ, വാട്ട് ഈസ് ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ ദ പ്ലാന്റ് ആൻഡ് ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പാരഗ്രാഫ്. ആരോ വെച്ചിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് ആ ഡയഗ്രത്തിനകത്ത്. വാട്ട് ഈസ് ബീങ് ട്രാൻസ്പോർട്ട് ആക്ച്വലി ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഓപ്ഷൻ ബി pollen. Okay, very good. Pollen grains ആണ്, because pollination നെ പറ്റിയിട്ടല്ലേ പറയുന്നത്. So obviously pollen grains ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. That's okay. ഇനി ഇതൊന്ന് വായിച്ചു നോക്കൂ. Which of the following statements is correct regarding the process P, Q and R? ഇവിടെ P is here, Q is here and R is here. ഇതൊക്കെ മൂന്ന് പ്രോസസ്സുകളാണ്. ആൻഡ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് which is the correct statement. ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. പ്രോസസ് P, Q and R introduce genetic variability in the offspring of sexually reproducing plants X and Y. And option B is like Win serves an agent for the process Q if plant X and Y belong to genus Salvia. Genus Salvia ഒക്കെ വിട്ടുള്ളൂ. Win serves an agent for the process Q. അതാണ് മെയിൻ പോയിന്റ്. ഓക്കെ. And option C is like flowers of the plant X and Y need to produce odor and nectar for the completion of the processes P and Q if they are entomophilous. Option D is like if plants X and Y belong to genus Cannabis sativa, then their flowers need to produce sticky and heavy pollens in very small amount for accomplishment of the processes Q. ഇത് വായിച്ചു നോക്കൂ. എന്നിട്ട് ഇങ്ങനെ കിളിയൊക്കെ പോയാലിരിക്കേണ്ട. This was a case-based question for 1 year a few years back. ഇത് വായിച്ചു നോക്കൂ. എന്നിട്ട് ഞാൻ അടുത്തത് ഇട്ടുതരാം. C and D ഞാൻ ഇട്ടുതരാം. മെല്ലെ വായിച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ യു ഫൈൻഡ് ഔട്ട് ഓൾ ദീസ് P, Q and R. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടും. വാട്ട് ഇസ് P, വാട്ട് ഇസ് Q and വാട്ട് ഇസ് R എന്നുള്ളത് നിങ്ങൾ ഏറ്റവും ആദ്യം ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കും. ദിസ് ഇസ് വെരി ഈസി. ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. P, Q and R എന്ന് പറയുന്ന പ്രോസസ്സ് ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാക്കുമോ? വാട്ട് ഡു യു തിങ്ക്? ഇല്ല. കാരണം വാട്ട് ഈസ് R? വാട്ട് ഈസ് R? കൈൻഡ് ഓഫ് ഓട്ടോഗമി അല്ലേ? ആറോ പിയിലോ ഏതോ ഒരെണ്ണം ഓട്ടോഗമി ആണോ? ആറെന്ന് ഞാൻ പറഞ്ഞില്ല. ആറോ പിയിലോ ഏതെങ്കിലും ഒരെണ്ണം ഓട്ടോഗമി ആണോ? യെസ്. അപ്പൊ ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാവുമോ? 3 പേർക്കും P, Q, R എന്ന് പറഞ്ഞ പ്രോസസ്സുകൾ എല്ലാത്തിനും ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാവുമോ? ഡു ഓട്ടോഗമി ക്രിയേറ്റ്സ് ദിസ് വേരിയബിലിറ്റി? നോ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഓപ്ഷൻ എ ഈസ് റോങ്. Right? Option A cancelled out. Second നോക്കിക്കേ, Win serves an agent for the process Q. Q എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് we require wind as a pollinating agent എന്നാണ് പറയുന്നത്. Okay. And they have given a clause if the plants X and Y are belonging to the genus Salvia. X and Y എന്ന് പറഞ്ഞ പ്ലാന്റ്സ് രണ്ടും സാൽവിയ എന്ന് പറഞ്ഞ ജീനസിൽ പെടുന്നവരായിരിക്കണം. വെദർ ദിസ് പാരഗ്രാഫ് ഹാസ് ഗിവൺ യു ദിസ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ദിസ് ജീനസ് പ്ലാന്റ് ബിലോങ് ടു സാൽവിയ ഓർ ടു കാനബിസ് അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നോ. സോ ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി ഇസ് ലെസ്. സെക്കൻഡ് ഓപ്ഷൻ വരാനുള്ള പ്രോബബിലിറ്റി ഇസ് ലെസ് ബിക്കോസ് ദിസ് കേസ് ഇസ് നോട്ട് പ്രൊവൈഡിങ് എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ജീനസ് അല്ലേ? യെസ്. ഓക്കെ. ഇവിടെ ഒരാൾക്ക് മാത്രമേ ആൻസർ കിട്ടിയിട്ടുണ്ട്. തേർഡ് വൺ അവിടെ നിൽക്കട്ടെ കേട്ടോ. ഫോർത്ത് വൺ നോക്കൂ. ഇഫ് പ്ലാന്റ് X and Y ബിലോങ് ടു ജീനസ് കാനബിസ്, അതിൻ്റെയും പ്രോബബിലിറ്റി ലെസ് അല്ലേ? കാരണം ഏതോ ഒരു ജീനസ് നമ്മുടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നു. പക്ഷെ നമ്മുടെ പാരഗ്രാഫ് ഇസ് നോട്ട് ഹാവിങ് എനി ജീനസ് ഇൻഫർമേഷൻ. റൈറ്റ്. ഇനി നിങ്ങൾ ഓപ്ഷൻ സി വായിച്ചു നോക്കിക്കേ. Flower of plants X and Y need to produce odor and nectar for the completion of P and Q if they are entomophilous. എന്താ പറഞ്ഞേക്കുന്നത്? ഈ എക്സിൻ്റെ പ്ലാന്റും വൈ എന്ന് പറഞ്ഞ പ്ലാന്റിലെയും ഫ്ലവേഴ്സ് നീഡ് ടു പ്രൊഡ്യൂസ് എന്തൊക്കെ? ഓർഡർ ആൻഡ് നെക്ടർ അല്ലേ? എന്തൊക്കെ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട്? ദിസ് ഇസ് ദ പ്രോസസ് P അല്ലേ? ഈ പൂവിലോട്ട് കൊണ്ടുവരുന്നതാണ് ദിസ് പ്രോസസ് P ആൻഡ് ദിസ് ഇസ് ദ പ്രോസസ് Q.
ഈ രണ്ട് പ്രോസസ്സുകൾ നടത്താൻ വേണ്ടിയിട്ട് they require to produce odor and nectar if they are entomophilous, that means if they are insect pollinated. ശരിയാണോ? ശരിയല്ലേ? ഈ പി എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കാനും ക്യൂ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കണമെങ്കിലും ഇറ്റ് റിക്വയർസ് സംതിങ് അല്ലേ? അവർ എൻറ്റോമോഫിലസ് ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് വലിയ പൂക്കൾ പ്ലസ് ഓർഡർ ഉള്ള പൂക്കൾ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഉള്ള പൂക്കൾ പ്ലസ് നെക്ടർ ഉള്ള പൂക്കൾ. ബിക്കോസ് ദിസ് നെക്ടർ ഈസ് ആക്ച്വലി എ റിവാർഡ് ഫോർ ദോസ് ഹു ആർ കമ്മിങ് ഇഫ് എ പോളിനേറ്റിംഗ് ഏജന്റ് ഈസ് ദെയർ. ഇഫ് നോബഡി ഈസ് ദെയർ ഇറ്റ്സ് ഓക്കെ. പക്ഷെ എന്നാലും അല്ലേ മോസ്റ്റ് പോസിബിൾ ആൻസർ എന്തായിട്ട് വരും? ഓപ്ഷൻ സി ആയിട്ട് വരും. ഓക്കെ, ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞു തരുമ്പോഴത്തേക്കൊക്കെ ഇത് കണ്ടുപിടിക്കൂ. ഐഡന്റിഫൈ PQR. Identify PQR. You have sorted out what is R. You have sorted out what is R. What is R? R is autogamy. Final ആണോ? Yes. അപ്പോൾ ബാക്കി രണ്ട് ഓപ്ഷൻ ബി ആൻഡ് സി ഈസ് ആക്ച്വലി ലൈക്ക് നമുക്ക് കളയാം അല്ലേ? ബാക്കി രണ്ട് ഓപ്ഷൻസ് എ ഓർ ഐദർ ഡി. അല്ലോഗമി എന്താന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും? ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്ന അല്ലോഗമിയെ പറ്റി നമുക്ക് ഒരു ഐഡിയ ഇല്ല. സോ ഒബ്വിയസ്ലി ദാറ്റ് ഈസ് ഓപ്ഷൻ എ. Okay, last question from this one. Okay, which one of the given process represents a type of pollination that would result in a greater adaptability of the particular species to potential environmental changes? P, Q, R and all of this കുറച്ചും കൂടെ കൈൻഡ് ഓഫ് ഒരു ഗ്രേറ്റർ അഡാപ്റ്റബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള pollination ഏതാണ്? Greater adaptability, that means if your surrounding is changing, if your environment is having some kind of differences, അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് ഈ മൂന്നെണ്ണത്തിൽ ഏത് ടൈപ്പ് ഓഫ് പോളിനേഷൻ ആയിരിക്കും എന്നാണ് ചോദ്യം. യെസ്, വെരി ഗുഡ് സത്യജിത്ത്, വെരി ഗുഡ് ഫാത്തിമ, നർഗീസ്, ഹന, കുറെ ആളുകൾ. ഓക്കെ, ബി ഓപ്ഷൻ സി ആർ എന്ന് പറഞ്ഞവനെ ഉറുമ്പ് അടിക്കോടാ ഇന്ന്. ആർ എന്തോ അത്? R is autogamy. How autogamy is bringing adaptability? I don't know. How autogamy is bringing adaptability എന്നുള്ളത് എന്നോട് ചോദിക്കരുത്. It is Q. ഓപ്ഷൻ ബി Q. കാരണം ഓട്ടോഗമി അല്ലാതെ ക്രോസ് പോളിനേഷൻ, ബെറ്റർ ക്രോസ് പോളിനേഷൻ നടക്കുമ്പോഴാണ് അഡാപ്റ്റ് ആവാൻ പറ്റുക. പിടികിട്ടിയോ? ഓക്കെ, ട്രിക്കി അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. You are conducting artificial hybridization on papaya and potato. Which one of them would require the step of emasculation and why? However, for both you will use the process of bagging. Justify giving one reason. Which one will you go for emasculation? ആർക്കാ ഇതിനകത്ത് emasculation വേണ്ടത്? Potato. You sure? Sure? Yes. Why papaya does not need emasculation? Why papaya does not need emasculation? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ വീട്ടിൽ പപ്പായ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ വിചാരിക്കുന്നത് പപ്പായ പ്രൊഡ്യൂസസ് എന്ത് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്? എന്ത് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് അല്ലേ? അപ്പോൾ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഒരു പ്ലാന്റിന് നമ്മൾ ഇമാസ്കുലേഷൻ നടത്തേണ്ട ആവശ്യകതയുണ്ടോ? ഡു വി നീഡ് ടു പ്രൊഡ്യൂസ് ഡു ദിസ് ഇമാസ്കുലേഷൻ ഫോർ എ യൂണിസെക്ഷൽ ഫ്ലവർ? വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പപ്പായയിൽ നമ്മൾ യൂണിസെക്ഷൽ ആയതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? ഇമാസ്കുലേഷൻ ചെയ്യത്തില്ല അല്ലേ? പൊട്ടറ്റോക്കകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇമാസ്കുലേഷൻ ചെയ്യും. വാട്ട് ഈസ് ഇമാസ്കുലേഷൻ ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് ഇമാസ്കുലേഷൻ ഓർമ്മയുണ്ടോ? റിമൂവൽ ഓഫ് വാട്ട്? റിമൂവൽ ഓഫ് വാട്ട് തിങ്? ആന്തർ. ഓക്കെ, ഫൈൻ, റിമൂവൽ ഓഫ് ആന്തർ. ഇനി നിങ്ങൾ നോക്കിക്കേ, however both of them we are going for bagging. Why? Justify your answer. Why do we go for bagging for both of them? കാരണം എന്താ? Can we say papaya exhibits dioici, hence it does not need to be emasculated? Yeah, വേർഡ്സ് മാറുന്നതിനൊന്നും ഒരു പ്രശ്നമല്ല. Okay, even there are some questions, I'll show you some questions where it is written that flowers are hermaphrodite. Hermaphrodite is basically നമ്മൾ അനിമൽസിന് കേട്ടേക്കുന്ന വേർഡ് അല്ലേ? എർത്തുവമിൻ്റെ കേസസിലൊക്കെ നമ്മൾ പഠിച്ചേക്കുന്ന വേർഡാണ് അല്ലേ? പക്ഷേ ഹിയർ നമ്മൾ വേർഡ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിക്കേണ്ട. യു ക്യാൻ യൂസ് വാട്ട് എവർ വേർഡ് യു വാണ്ട്, പക്ഷേ അതിൻ്റെ മീനിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആയാൽ മാത്രം മതി. ഓക്കെ, യെസ്. ഓക്കെ, ഇവിടെ ഇത് യൂസ് ചെയ്യുന്നതിനാന്ന് പറയും, ബാഗിങ് യൂസ് ചെയ്യുന്നത് രണ്ടിടത്തും ഇൻ ഓർഡർ ടു അവോയ്ഡ് കണ്ടാമിനേഷൻ അല്ലേ? കണ്ടാമിനേഷൻ എന്നുള്ള വാക്കോ അല്ലെങ്കിൽ അൺവാണ്ടഡ് പോളൻ എന്നുള്ളൊരു വേർഡോ ഇസ് നെസസറി. ഇൻ ഓർഡർ ടു അവോയ്ഡ് അൺവാണ്ടഡ് പോളൻ ഓർ ഇൻ ഓർഡർ ടു അവോയ്ഡ് കണ്ടാമിനേഷൻ വി ആർ ഗോയിങ് ഫോർ ദ ബാഗിങ് ഫോർ ബോത്ത് ഓഫ് ദം. ക്ലിയർ? യെസ്, this is the basic idea of artificial hybridization. കേട്ടോ? Okay, a single pea plant in your kitchen garden produces sprouts with viable seeds but the individual papaya plant does not. Why? എന്താ ചോദ്യം? നമ്മുടെ കിച്ചൺ ഗാർഡനിലുള്ള ഒരു പീ പ്ലാന്റ് പ്രൊഡ്യൂസസ് പോട്ട്സ് വിത്ത് വയബിൾ സീഡ്സ്, കുറെ വയബിൾ സീഡ്സ്.
and individual papaya does not? Explain. Because papaya is unisexual and P is bisexual. Okay. Papaya unisexual ആണ്. That's okay. പക്ഷെ പീ പ്ലാന്റ് എങ്ങനത്തെ പോളിനേഷൻ ചെയ്യുന്ന പ്ലാന്റാ? പീ പ്ലാന്റ് എങ്ങനത്തെ പോളിനേഷൻ ചെയ്യുന്ന പ്ലാന്റ് ആയിരിക്കും? പീ പ്ലാന്റ് പീ പ്ലാന്റ് എങ്ങനത്തെ ഓട്ടോണോഗമി ചെയ്യുന്ന ആളുകളാണ് അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പീ പ്ലാന്റ് ഇവിടെ കറണ്ട് ഇല്ലടാ. യു ഹാവ് കറണ്ട് ദർ? ഇഫ് പോസിബിൾ കുറച്ച് കറണ്ട് പാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. ഐ ആം ലൈക്ക് ഞാനിവിടെ മരിച്ചു വീഴ് മിക്കവാറും ക്ലാസ്സുകൾ. അത് തുറന്നിട്ടാമോ? ദാറ്റ് ഇസ് ബെറ്റർ. അപ്പം ഇല്ലേ പീ പ്ലാന്റും പപ്പായ ചെടിയും ഉണ്ട്. അതിനകത്ത് പീ പ്ലാന്റിന് ഇത്രയും സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരൊറ്റ റീസൺ ഈസ് ലൈക്ക് ദാറ്റ് ഈസ് ഓട്ടോഗമസ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ സെൽഫ് പോളിനേറ്റിംഗ് പ്ലാന്റ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ചും കൂടെ കൂടുതൽ എന്തുണ്ടായിരിക്കും? സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അതിന് കൂടുതലായിരിക്കും. മറ്റതൊക്കെ പോളിനേഷൻ ഒക്കെ നടന്ന് മെല്ലെ ആയിരിക്കും സീഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. പിടികിട്ടിയോ? അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം ഇതിനുള്ളത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു പപ്പായ പ്ലാന്റ് ആണെങ്കിൽ അവിടെ ഓട്ടോഗമി ഇല്ല, ജെയ്റ്റനോഗമി ഇല്ല. ഇറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ സീനോഗമി അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് രണ്ടിടത്തു നിന്നും വന്ന് കറക്റ്റായിട്ട് അത് ഫ്യൂസ് ചെയ്ത് കറക്റ്റായിട്ട് പോളിനേഷൻ ഒക്കെ നടത്തിയാൽ മാത്രമേ ഇതുപോലുള്ള സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിടികിട്ടിയോ? ആൻഡ് മോർ ഓവർ നമ്മൾ ഈ പപ്പായക്കകത്ത് കുരു കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുരു മുളയ്ക്കാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എടാ എന്തെങ്കിലും ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്സ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടോ. ഡൗട്ട്സ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അല്ലേ യു ക്യാൻ പുട്ട് ദാറ്റ് ഇൻ ചാറ്റ് ബോക്സ്. നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ ഇതുമില്ലേ, എല്ലാ പപ്പായയുടെ കുരു നമ്മളെടുത്ത് എറിയുന്നുണ്ട്, അതെല്ലാം മുളയ്ക്കലുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ദ തിങ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ, ഇത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. യു റിമെമ്പർ ദിസ് തിങ്? മെൻഷൻ ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഓഫ് പ്ലോയിഡി ഓഫ് സൈഗോട്ട് ആൻഡ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഇൻ ആൻ ആൻജിയോസ്പെർം. മാം കാൺട്ട് വി സേ ബീയിങ് ബൈസെക്ഷൽ ബി ആൻ ആൻസർ? യെസ് ഇറ്റ് ഈസ്. നമ്മൾ ആ ആൻസറിനെ പോളിനേഷൻ വെച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഐ ഹാവ് റിട്ടൺ ഇൻ എ സർട്ടൻ അതർ വേ, ബിക്കോസ് ഓട്ടോഗമി സീനോഗമി ജെറ്റ്നോഗമി വെച്ച് ഞാൻ പറഞ്ഞേക്കുന്നത് മാത്രമേ ഉള്ളൂ. യു ക്യാൻ ഗോ ഫോർ യൂണിസെക്ഷൽ ഓർ ബൈസെക്ഷൽ. പിടിയിട്ടോ? ഓക്കെ, യെസ്. അപ്പോൾ പറയൂ, ഇത് ഓർക്കുന്നുണ്ടോ? പ്ലോയിഡി ലെവൽ ഡിഫറെൻ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? യെസ് യെസ്. ഓക്കെ, പ്ലോയിഡി ലെവൽ ഡിഫറെൻ്റ് ആവാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇതിപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ആയതുകൊണ്ട് ഐ ഹാവ് ഡിസ്ക്രൈബ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതൊരു 3 മാർക്ക് ക്വസ്റ്റൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയേക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് ഫോർ 2 മാർക്ക്, ജസ്റ്റ് ഗോ ആൻഡ് സേ ദാറ്റ് in a zygote only 2 cells are participating. So obviously both of them are haploid and together it will be giving out a condition which is diploid. 2 സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ഈ 2 സെൽസ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഡിപ്ലോയിഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ കിട്ടും. ഹാപ്ലോയിഡ് ആയിട്ടുള്ള 2 സെൽസ് ഫ്യൂസ് ചെയ്തിട്ടാണ് കിട്ടുക. And in case of triploid condition, what happens? 3 cells are participating, 3 of them are haploid. 3 ആളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 3n ആയിട്ടുള്ള എൻഡോസ്പെർം കിട്ടുന്നു. 2 മാർക്സിനൊക്കെ ആണെങ്കിൽ ഇത്ര വലിച്ച് എഴുതണ്ട. യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് ഇനഫ് ടൈം ഇഫ് യു ആർ റൈറ്റിംഗ് ദിസ് മച്ച്. കേട്ടോ? ഓക്കെ, ഇനി നോട്ട്സ് വായിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ കിട്ടിക്കോട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര വലുതാക്കി എഴുതിയേക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ക്യാൻ എ plant flowering in Mumbai be pollinated by pollen grains of the same species growing in New Delhi? Provide explanation to your answer. Yes, I think I have shown you this question before. I think എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലേ? യെസ്. വൈ? ഹൗ? യെസ് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും കേട്ടോ. യു ആർ ആസ്ക്ഡ് ലൈക്ക് ക്യാൻ ദിസ് ഹാപ്പൻ എന്നാണ് ചോദിച്ചേക്കണേ. ഇഫ് യു ആർ റൈറ്റിംഗ് യെസ്, യു വിൽ ബി ഗെറ്റിംഗ് സം amount of marks for that. ക്രയോ പ്രിസർവേഷനാ? പിന്നെ ഡൽഹിയിൽ ക്രയോ പ്രിസർവ് ചെയ്തിട്ട് മുംബൈയിലോട്ട് പാർസൽ അയക്കാം. പോടാ. ക്രയോ പ്രിസർവേഷൻ എത്രേ? ചെറിയ ബുദ്ധിക്ക് ആലോചിക്കാൻ പറ്റത്തില്ലല്ലേ ഒന്നും. Wind might be a reason. Apart from wind, what is the other reason that we might depend upon? Through xenogamy. Not xenogamy alla. Like think about the word. Very good. Insect അല്ലെങ്കിൽ pollinating agent അല്ലേ? Wind can be a certain reason അല്ലേ? ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെ, നിങ്ങൾ നാട്ടിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇടയ്ക്ക് ഇങ്ങനെ കൂണൊക്കെ മുളച്ചിരിക്കുന്ന കാണാൻ പറ്റും. നമ്മൾ ഈ കൂണിൻ്റെ വല്ല സീഡോ വല്ലതും ഇട്ടിട്ടാണോ ഇതെല്ലാം മുളച്ചു വരുന്നത്? ഇല്ല. ത്രൂ വിൻഡ് ദി സ്പോർസ് ഓഫ് ദ ഫംഗസ് മൈറ്റ് ഹാവ് റീച്ച് ടു യുവർ വെറാൻഡ സംഹൗ അല്ലേ? അപ്പോൾ അങ്ങനെ ത്രൂ വിൻഡ് ഇതുപോലെയുള്ള പോളൻ ഗ്രെയിൻസ് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക ഈസ് എ കൈൻഡ് ഓഫ് പ്രോസസ് ദാറ്റ് മൈറ്റ് ഹാപ്പൻ.
അല്ലേ? പക്ഷേ അതുപോലെ തന്നെ there are certain birds, there are certain like honey bee, അങ്ങനത്തെ pollinating agents are also there, അല്ലേ? ഈ ഏജൻസ് വഴിയായിട്ടും they can also travel, അല്ലേ? ഇപ്പൊ ബേർഡ്സ് എന്നൊരാൾ പറഞ്ഞു, മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ this might happen, അല്ലേ? ബംബിൾ ബീസ് ആണെന്നുണ്ടെങ്കിലും അവര് ഇപ്പൊ ഹണി ബീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കാലിലൊരു പോക്കറ്റ് ഉണ്ട്, they can store the pollen grains there. എന്നിട്ട് പറന്നു പോകുന്ന വഴിക്ക് മുംബൈയിലെത്തിയപ്പോൾ ഒരു പൂവിലിരുന്നു ആൻഡ് somehow ആ pollen grains അവിടെ വീണ്ടും എന്ന് വിചാരിച്ചാ പോരെ. So this is all possible. എല്ലാ പോസിബിലിറ്റീസും എഴുതണം. Winds is a possibility and other pollinating agents like bird, insect അങ്ങനത്തെ സാധനങ്ങൾ is a possibility. കേട്ടോ? ഓക്കെ, യെസ്. കണ്ടോ ഞാനിവിടെ, അയ്യോ ഇതൊന്ന് കളയോ, ഇത് മാത്രം. Why do hermaphrodite angiosperms developing? ഇത് നിങ്ങൾ കണ്ടല്ലേ, ഇതിവിടെ കിടന്നോട്ടെ, ഞാൻ അടുത്തത് അവരെ കൊണ്ട് പറയിക്കാം, അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. Why do hermaphrodite? കണ്ടോ hermaphrodite എന്ന് എഴുതിക്കണം. What is a hermaphrodite? നമ്മൾ അനിമലിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു വേർഡാണ് hermaphrodite എന്ന് പറയുന്നത്. Sorry, what is hermaphrodite? Bisexual. You sure? Yes? Yes. Hermaphrodite ആയിട്ടുള്ള angiosperm develop outbreeding devices. Explain any two such devices. ഒരെണ്ണം ഞാനിവിടെ എഴുതിയേക്കുന്നതാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, അല്ലേ? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഒരു കാര്യമാണ്. ആൻഡ് വാട്ട് ഈസ് ദ അതർ തിങ്? നമ്മൾ പഠിച്ചായിരുന്നല്ലോ കുറച്ചെണ്ണങ്ങൾ, കുറച്ച് ടേംസ്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? യെസ്. എക്സ്പ്ലെയിൻ സച്ച് ഡിവൈസസ് എന്നാ പറഞ്ഞേക്കണേ. യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ ടേംസ്. ഏതൊക്കെയാ ടേംസ്? യു റിമെമ്പർ ദാറ്റ്? ഒന്നും വരുന്നില്ല ചാറ്റ് ബോക്സിൽ. ഇൻബ്രീഡിങ്. വൈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഇസ് ഹിയർ? You have to state any such devices that these angiosperms have developed, and this is for preventing inbreeding depression. Preventing inbreeding depression. Okay. Emasculation and bagging പറ്റുമോ? പറ്റൂല. വൈ പറ്റാത്തത്? എടാ എന്താ ചോദ്യം? ഒരു angiosperm ഉണ്ടായി, they have to develop outbreeding devices for what? To prevent inbreeding depression. ആൻഡ് അങ്ങനെയുള്ള രണ്ട് ഡിവൈസസിന് എക്സാമ്പിൾ എഴുതുക. വൺ ഈസ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, ടു പ്രൊഡ്യൂസ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. സെക്കൻഡ് വൺ ഈസ് ഇപ്പൊ ഹർഷ എന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത് സിങ്ക്രണിറ്റി. വാട്ട് ഈസ് സിങ്ക്രണിറ്റി എന്ന് വെച്ചാൽ, സിങ്ക്രണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേര്, അല്ലേ? സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി ഈസ് ഓൾസോ ദെയർ. സിങ്ക്രണിറ്റി അത് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് സിങ്ക്രണിറ്റി? ഈ പോളൻ റിലീസ് ചെയ്യുന്നതും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയുടെയും ടൈം സെയിം ആയിരിക്കത്തില്ല, അല്ലേ? പോളൻ ഈ പറഞ്ഞ പോലെ റിലീസ് ചെയ്യുന്നത് ഒരു ടൈമിൽ, സ്റ്റിഗ്മ പോളനെ റിസീവ് ചെയ്യാൻ ഏബിൾ ആകുന്നത് വേറൊരു ടൈമിൽ. ദിസ് മൈറ്റ് നോട്ട് ബി ഇൻ എ സിങ്ക്ഡ് മാനർ, സിങ്ക്രണൈസ്ഡ് മാനറിലായിരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ പോളൻ റിലീസ് ചെയ്ത സമയത്ത് സ്റ്റിഗ്മ ഡോണ്ട് വാണ്ട് ദാറ്റ് പോളൻ, ആൻഡ് ഇഫ് ദിസ് സ്റ്റിഗ്മ ഈസ് റെഡി ടു റിസീവ് പോളൻ അറ്റ് ദ ടൈം പോളൻ ഈസ് നോട്ട് റിലീസ്ഡ്. അപ്പം ആ ഒരു സിങ്ക്രണൈസേഷൻ ഇല്ലാത്തത് ഈസ് എ കൈൻഡ് ഓഫ് തിങ്. Then the second one is self incompatibility, അത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ. And one more other thing is there. That is position of stamen and stigma, അല്ലേ? If the stamen and stigma are close to each other, what happens? ഒട്ടഗമി നടക്കാനുള്ള ചാൻസസ് കൂടുതല. We are placing them in a far distance. രണ്ടിടത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്, രണ്ടെണ്ണത്തിന്, സ്റ്റിഗ്മേനെയും അതുപോലെ തന്നെ സ്റ്റെയ്മനെയും. ഇഫ് ദേ ആർ ഇൻ എ ഫാർ ഡിസ്റ്റൻസ്, അവർ തമ്മിൽ ഓട്ടോഗമി നടക്കാനുള്ള ചാൻസസ് വിൽ ബി വെരി ലെസ്. പിടി കിട്ടിയോ? യെസ്. അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. യു ഹാവ് ടു റിമെമ്പർ ദിസ് ടേംസ്. ഫസ്റ്റ് വൺ ഈസ് യൂണിസെക്ഷുവാലിറ്റി, സെക്കൻഡ് വൺ ഈസ് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി, തേർഡ് വൺ ഈസ് നമ്മളുടെ മറ്റേ എന്തുവാ നമ്മളുടെ സിങ്ക്രണിറ്റി, ഫോർത്ത് വൺ പൊസിഷൻ ഓഫ് ദീസ് ടു തിങ്സ്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? യെസ്, ഐ ഹാവ് റിട്ടൺ ഓൾ ദീസ് തിങ്സ് ഹിയർ കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. സമയമുണ്ടെങ്കിൽ വിൽ ഗോ ഫോർ ദ റെസ്റ്റ് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, അതിന് മുമ്പ് യെസ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഫോർ അണ്ടർഗോയിങ് ദിസ് പോളിനേഷൻ, പോളിനേറ്റിംഗ് ഏജൻസ് ആർ ഗെറ്റിംഗ് എ റിവാർഡ്, റൈറ്റ്? ബംബിൾ ബിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻസെക്റ്റ് ഒക്കെ ആണെങ്കിൽ വാട്ട് ഈസ് എ റിവാർഡ് ദാറ്റ് ദേ ഗെറ്റ്? വാട്ട് ഈസ് എ റിവാർഡ് ദാറ്റ് ദേ ഗെറ്റ്? ഒരു റിവാർഡിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നെക്ടർ ഈസ് എൻ എക്സാമ്പിൾ. ഓക്കെ, നെക്ടറും പിന്നെ ഒരെണ്ണം കൂടെ ഒരെണ്ണം ഓർക്കുന്നില്ലേ? ഓവി പൊസിഷൻ. വെരി ഗുഡ്. ഈ വരുന്ന ബീസ് അല്ലെങ്കിൽ ഈ വരുന്ന ഇൻസെക്റ്റിന് അവരുടെ എഗ് ലേ ചെയ്യാനുള്ളൊരു സ്പേസും കൂടെ അവർ കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പാർട്ട് ഫ്രം ദ നെക്ടർ, ദീസ് ഫ്ലവേഴ്സ് ആർ പ്രൊവൈഡിങ് എ സ്പേസ്, എ സേഫർ സ്പേസ് വേർ ദീസ് ഇൻസെക്ട് ക്യാൻ ലേ ദെയർ എഗ്സ്. അപ്പം അതുകൊണ്ട് ഓവി പൊസിഷൻ്റെ ഒരു സ്പേസും കൂടെ നമ്മൾക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. വൺ മോർ തിങ് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ഇസ് ലൈക്ക്, ഇങ്ങനെ റിവാർഡ് കൊടുക്കുന്ന ഒരു ചെടിക്ക് എക്സാമ്പിൾ പറയും. നോട്ട് എവറി പ്ലാന്റ് ഇസ് ഗിവിംഗ് ദം റിവാർഡ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്പെഷ്യൽ എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്. റിമെമ്പർ? യെസ്, വെരി ഗുഡ്. യുക്ക. ലൂക്ക അല്ലടാ, യുക്ക.
ലൂക്കയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. യു ക്യാൻ നോട്ട്. ഓർക്കിഡ് ഇത് ചോദിച്ചു. ഓർക്കിഡ് ഓൾസോ. ഓർക്കിഡ് മറ്റേ ഓർക്കുന്നില്ലേ നിങ്ങൾ? എന്താ അതിനെ പറയാ, സ്യൂഡോ കോപ്പുലേഷൻ, സെക്ഷൽ ഡിസീറ്റ് ഒക്കെ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ ദാറ്റ് ക്യാൻ ബി ഓൾസോ എ തിങ്. ഫിഗ് ട്രീ ആൻഡ് വാസ്പ് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഫിഗ് ട്രീ ഈസ് പ്രൊവൈഡിങ് സ്പേസ് ഫോർ ദിസ് വാസ്പ് ഇല്ലേ? അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ ഫൈൻ. യെസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുന്നത് ദാറ്റ് ഇസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ എവറി സിംഗിൾ ഡയഗ്രാം ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വൺ മോർ തിങ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ മറ്റേ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ആ ഒരു ബട്ടർഫ്ലൈയിലേക്ക് ഒരു ഡയഗ്രം ഇല്ലേ? Like epidermis, endothelium, middle layers, tapetum. What is the function of tapetum? What is the function of tapetum? Nourishment. ആരെ nourish ചെയ്യുന്നു? Pollen grains nourish ചെയ്യുന്നു, right? അത് ഓർത്ത് വെച്ചേക്കണം. Nourishing the pollen grains is the function of tapetum. All other layers, endothelium, middle layers, everything is actually helping for protection, right? Yes, you remember that. Okay, fine. അതുപോലെ നമ്മളുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എവറി ഡയഗ്രാം ഇസ് ഇമ്പോർട്ടൻറ്റ്, സ്പെഷ്യലി സെയിങ് ദാറ്റ് സെക്ഷൻ ഓഫ് ഓവറി. യു റിമെമ്പർ പ്രൈമറി ഫോളിക്കൽ, സെക്കൻഡറി ഫോളിക്കൽ, ടെർഷ്യറി ഫോളിക്കൽ, ഗ്രാഫിൻ ഫോളിക്കൽ, കോർപ്പസ് ലൂട്ടിയം റപ്ചറിങ് ആൻഡ് ഗ്രാഫിൻ ഫോളിക്കൽ റപ്ചറിങ്, ഗിവിംഗ് ഔട്ട് ഓവം, ആൻഡ് ദാറ്റ് റെസ്റ്റ് ഓഫ് ദാറ്റ് തിങ് ഈസ് കൺവേർട്ടിങ് ഇൻ ടു നമ്മളുടെ കോർപ്പസ് ലൂട്ടിയം. ഓർക്കുന്നുണ്ടോ ആ ഡയഗ്രാം? സെക്ഷൻ ഓഫ് ഓവറി എന്ന് പറഞ്ഞിട്ട് ഡയഗ്രാം ഓർക്കുന്നുണ്ടോ? That diagram is very very important. Okay, similarly ബാക്കിയുള്ള സിസ്റ്റത്തിന്റെ രണ്ട് ഡയഗ്രാംസും മെയിലിന്റെ സിസ്റ്റവും ഫീമെയിലിന്റെ സിസ്റ്റവും is also important. Another diagram that is important is actually the menstrual cycle in the graph. that entire വലിയൊരു ഗ്രാഫ് കൊടുത്തിട്ടില്ലേ, that graph. Sometimes ഉണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ആ ഗ്രാഫിന്റെ like half of the portion will be given, rest of the portion you need to draw. അങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. Otherwise sometimes you will be asked like during the 14th day of the cycle which this hormone will be in a peak value. Which hormone will be in a peak value? The hormone will be in a peak value. LH. And that peak value attainment is called as some word is there, no? What is that? What is that? LH surge. Very good. What is the fate of LH surge? എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? What is the end result of LH surge? അല്ലെങ്കിൽ what is the fate of LH surge എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? Ovulation. Very good. Very good. Very good. Very good. അടിപൊളി കേട്ടോ. അപ്പോൾ ആ ഡയഗ്രാംസ് ഒക്കെ ഓർത്ത് വെച്ചേക്കണം. ആൻഡ് ഓൾസോ യു ഹാവ് ടു റിമെമ്പർ സെക്ഷൻ ഓഫ് ദിസ് സെൽസ്, Sertoli cells, seminiferous tubular structure കൊടുത്തിട്ടില്ലേ, like sperm head is actually embedded into the Sertoli cells, develop ചെയ്യുന്നു, primary secondary spermatocytes ഒക്കെ develop ചെയ്തിട്ട് അത് embed ചെയ്യുന്ന ഒരു structure. That is also important. വരയ്ക്കാൻ വരത്തില്ല, that will not be coming for you to draw, that will be coming just to label കേട്ടോ. കാരണം ആ sperms ഒക്കെ വരയ്ക്കുന്നത് time consuming ആയതുകൊണ്ട് you will not be given for that for drawing, you will be asked that to redraw, label only, redraw ഇല്ല കേട്ടോ. Then you have to study gametogenesis. I hope you remember both the structures, right? Yes. How many meiosis are happening in these two processes? How many meiosis are happening in these two processes? Rendu meiosis 1 and 2 alle. And at the end of spermatogenesis, how many sperms are produced? 4 sperms are produced. And at the end of oogenesis, how many ovums are produced? 1 ovum is produced. Rest of them are actually converted into what? Rest of it is actually converted into a small structure that is called as polar body. Polar body യുടെ specialty എന്താ? Is that functional? Reproductively functional ആണോ? No. അല്ല, reproductively functional അല്ല, that is a sterile thing. അല്ലേ? Reproduction capability ഇല്ലാത്തതുകൊണ്ട് that is a sterile thing. You remember that. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്, why does a girl is not having periods in the initial part of their life? Why? Suppose chat box ഇട്ടോ, I'll clear that. If you're asked like, why does a girl does not have her periods or menstruation during the initial parts of her life, initial ages of her life എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇന്ന് എത്ര ചാപ്റ്റർ എടുക്കും മിസ്? ഈ ഒരു കണക്കിന് പോയാൽ 6. നാളെ ഓൾമോസ്റ്റ് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് അല്ലേടാ, all those 3 chapters ലാസ്റ്റത്തെ ചെറിയ ചാപ്റ്റേഴ്സാ. അങ്ങനെ ആയതുകൊണ്ട് I will go for 6 today. Eggs are frozen, only undergo division after mitosis. Is it? Yes. എന്തായിട്ടാ ഇരിക്കല്? അറസ്റ്റഡ്. വെരി ഗുഡ്. പ്രൊഫേസിൽ വെച്ചിട്ട് അറസ്റ്റഡ് ആ ഇൻ എ കണ്ടീഷൻ കോൾഡ് ആസ് പ്രൈമറി ഊസൈറ്റ് രൂപത്തിൽ അത് അറസ്റ്റ് ചെയ്തിരിക്കുക അല്ലേ? പ്രൊഫേസ് 1 ഇറ്റ് ഈസ് ഗെറ്റിംഗ് അറസ്റ്റഡ് ആൻഡ് ദാറ്റ്സ് വൈ ഫർദർ ഗ്രോത്ത് ഓഫ് ദറ്റ് ഓവം അല്ലെങ്കിൽ ഫർദർ ഗ്രോത്ത് ഓഫ് ദറ്റ് ഊസൈറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് അല്ലേ?
And only this growth will be happening when you reach at the age of 10 or 12. Simply speaking, when you reach at the age of adolescence. അത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ദെൻ മെൻസ്ട്രേഷൻ ഞാൻ പറഞ്ഞു ഓൾറെഡി. റോൾ ഓഫ് LH and FSH. You have to study the role of LH and FSH both in females and males. ഫീമെയിൽസിൽ വേറെ മെയിൽസിൽ വേറെയാണ് അതിൻ്റെ ഫംഗ്ഷൻ. രണ്ടിൻ്റെയും ഫംഗ്ഷൻ ഇസ് ഡിഫറെൻറ്റ് അല്ലേ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് LH in males? What is the function of LH in males? Function ഇല്ലേ? Release of androgens അല്ലേ? Okay. And what is the function of FSH? FSH will be acting on Sertoli cells and help in spermatogenesis അല്ലെങ്കിൽ sperm production അല്ലേ? ഒരാൾ ഹോർമോൺസ് ഉണ്ടാക്കുന്നു, മറ്റേ ആൾ സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സിമിലർലി ദിസ് ഇസ് അബൌട്ട് മെയിൽസ് ആൻഡ് ഈ പറഞ്ഞ പോലെ സ്പെർമിയോജെനസിസ് ഓൾസോ, കാരണം സ്പെർമാറ്റോജെനസിൻ്റെ ഒരു പാർട്ട് അല്ലേ അത്. ഓക്കെ, ടുഗെദർ യു ക്യാൻ കോൾ ഇറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഫീമെയിൽസിൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. ദെൻ പ്ലസൻഡ ആൻഡ് ഫങ്ഷൻസ്. ഹൗ ദിസ് പ്ലസൻഡ ഈസ് ഫോംഡ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? വാട്ട് ആർ two things are required to the formation of placenta? പ്ലസൻഡ ഉണ്ടാവാൻ രണ്ട് സാധനങ്ങൾ വേണം. വാട്ട് ആർ ദേ? സഞ്ജയ് ഇങ്ങനെ കിളിയൊക്കെ പറന്നിരിപ്പുണ്ട്. മോഗോക്ക് ഇരിക്കുന്ന അവൻ്റെ കോറിയോണിക് വില്ലൈ, യെസ്, പ്ലസ് യൂട്ടറൈൻ ടിഷ്യൂ അല്ലേ? Chorionic villi and uterine tissue are the two things that is required for the formation of placenta. And you have to also find out, അല്ലെങ്കിൽ also remember those 4 or 5 functions of placenta. ഓർക്കുന്നില്ലേ? വേസ്റ്റ് കളയുക, ഫുഡ് കണ്ടെത്തുക, ന്യൂട്രീഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് വാട്ടർ സപ്ലൈ, അങ്ങനത്തെ സാധനങ്ങൾ. ആൻഡ് മോർ ഓവർ ദിസ് ഇസ് ഓൾസോ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ദിസ് ഇസ് ഓൾസോ പ്രൊഡ്യൂസിങ് സം ഹോർമോൺസ് ഓൾസോ, റൈറ്റ്? അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. യെസ്, ഓക്കെ. ഇനി അടുത്തത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായോ? യെസ്, ദാറ്റ്സ് ഇറ്റ്. എന്താണെന്ന് മനസ്സിലായോ? ഫ്യൂഷൻ, നോട്ട് ദാറ്റ്. അത് ഹാർട്ട് ഇൻ 1 month അതല്ല. എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ സംഭവം ഇത് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് മുതൽ. ഹാർട്ട് ഡെവലപ്മെൻ്റ് ഒക്കെ ഫീറ്റസിൽ വരുന്ന ഗ്രോത്ത് സംഭവങ്ങളല്ലേ. വി ആർ ടോക്കിംഗ് അബൌട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. എംബ്രിയോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സൈഗോട്ട് കഴിഞ്ഞിട്ട് വിൽ ബി ഡെവലപ്പിംഗ് ബ്ലാസ്റ്റോമിയാസ്, ദെൻ ഇറ്റ് വിൽ ബി ഫോമിംഗ് മോറുല ബ്ലാസ്റ്റോസിസ്റ്റ് വിൽ ബി അറ്റാച്ച്ഡ് ടു ദ യൂട്രൈൻ ടിഷ്യൂ. എന്നിട്ട് അത് അവിടെ ഇരുന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ഉണ്ടാവുക അല്ലേ? യെസ്, ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്, മെയിനായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് എക്സ്പ്ലെയിൻ ദ ഹോർമോണൽ റെഗുലേഷൻ ഓഫ് ദ പ്രോസസ് ഓഫ് സ്പെർമാറ്റോജെനസിസ് ഇൻ ഹ്യൂമൻസ്. ഹോർമോണൽ റെഗുലേഷൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. വിച്ച് ഹോർമോൺസ് യു ആർ ഗോയിങ് ടു റൈറ്റ്? വിച്ച് ഹോർമോൺസ്, ഏതൊക്കെ ഹോർമോൺസ് എഴുതുന്നു എന്ന് മാത്രം പറഞ്ഞാൽ വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് അബൌട്ട് ഇൻ ഡീറ്റെയിൽ. LH you are going to write, FSH you are going to write. Then how are you supposed to get this LH and FSH? Why are you not talking about that? ഈ LH FSH എവിടെ നിന്ന് വരുന്നവരല്ലേ? യു ഹാവ് ടു ബ്രിങ് ദാറ്റ് ഫസ്റ്റ്, നോ? അപ്പോൾ അവരെ പറ്റി പറയണ്ടേ? വേർ ദിസ് ഇസ് കമ്മിങ് ഫ്രം? പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറിയിലെ ഏത് ഹോർമോൺ? പിറ്റ്യൂട്ടറിയിലെ ഏത് ഹോർമോൺ? GnRH. വെരി ഗുഡ്. ഗോണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ അല്ലേ? ഇവർ വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് വി ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ദീസ് തിങ്സ് കോൾഡ് ആസ് LH and FSH അല്ലേ? ഹൂ ഈസ് പ്രൊഡ്യൂസിങ് GnRH? പിറ്റ്യൂട്ടറിയിലോട്ട് GnRH വന്നാലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. ഹൂ ഈസ് പ്രൊഡ്യൂസിങ് ദിസ് GnRH? ഹൈപ്പോതലാമസ്. വെരി ഗുഡ്. ഹൈപ്പോതലാമസ് ആണ് GnRH പ്രൊഡ്യൂസ് ചെയ്യുന്നത്. GnRH will be coming to the pituitary. Pituitary will be producing LH and FSH and thereby all other things will be happening. LH ആണ് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക? helping in the production of androgens and everything. And FSH ആണ് spermiogenesis, spermatogenesis അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. ക്ലിയർ? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഐ എം നോട്ട് describing it in detail, just to വായിച്ചു നോക്കിയാൽ മതി. This is the same thing that we have discussed. Okay, mention the fate of corpus luteum and its effect on the uterus in the absence of fertilization of the ovum in human female. ഇങ്ങനെയൊക്കെ ചോദിക്കും എക്സാമിന്. അതെ, ഞാനുണ്ടല്ലോ എൻ്റെ സ്റ്റേറ്റ് സിലബസിലെ പിള്ളേരുടെ +1 എക്സാം ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ലൈക്ക് ഡേ ബിഫോർ യെസ്റ്റർഡേ കഴിഞ്ഞതേ ഉള്ളൂ. ഫ്രം യെസ്റ്റർഡേ ഓൺവേർഡ്സ് ഐ ആം ഫൈൻഡിങ് ദീസ് ക്വസ്റ്റ്യൻസ് like checking in your previous year question papers. എന്നിട്ട് കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻ ആയി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ ഐ വുഡ് ഹാവ് ബിക്കം സം സയൻറ്റിസ്റ്റ് ഓഫ് IIT or IIM. അല്ലാതെ പിന്നെ ഞാൻ വെറുതെ ഇടുന്നതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമെന്ന്. ആരാണോ ചോദിച്ചത് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും നീയാണോ ചോദിച്ചത്? നന്നായി.
Okay, പറയൂ. Mention the fate of corpus luteum and its effect on the uterus in the absence of fertilization of ovum. Fate of corpus luteum. Fate of corpus luteum എന്താ? Corpus luteum will be, so no more creation of progesterone, uterine wall breaks down. Okay, that is happening if there is the absence of fertilization. അല്ല, in the absence of fertilization ഇതൊക്കെ സംഭവിക്കാം. ഓർക്കുന്നുണ്ടോ ആ ഒരു സംഭവം? യെസ്. ഇൻ കേസ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്ത് സംഭവിക്കും? ഗ്രാഫിൻ ഫോളിക്കുലർ റപ്ചർ ചെയ്യും, ovum will be released, there will be corpus luteum inside your ovary. അല്ലേ? ഈ corpus luteum ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. that hormone is called as progesterone, and this progesterone is required to maintain the endometrial wall of your uterus. If any reduction in this progesterone amount is happening in your body, your pregnancy is getting aborted. പിടിയോ? ഇടയ്ക്ക് വെച്ചിട്ട് ആളുകൾക്ക് അബോർഷൻ സംഭവിക്കുന്നതിന് one such reason is like your body is not having or producing that much amount of progesterone. പിടിയോ? അതാണ് സംഭവം. So progesterone provide ചെയ്യാൻ വേണ്ടി that corpus luteum is there. In the absence of fertilization, what happens? Corpus luteum degenerate ചെയ്യും because it does not require progesterone at that time. അല്ലേ? അപ്പോൾ progesterone deficiency വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എൻഡോമെട്രിയത്തിന്റെ വാൾ എല്ലാം ഡിസഇന്റഗ്രേറ്റ് ചെയ്ത് താഴേക്ക് ബ്ലഡ് ആൻഡ് മ്യൂക്കസ് ആയിട്ട് വരുന്നത്, and that is what we call as menstruation. അല്ലേ? That is the fate of corpus luteum. കേട്ടോ, 2 കേസിലും എഴുതേണ്ടതായിട്ടുണ്ട്. Now you find this. നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിലെ കുറച്ച് ഡേയ്സും അവിടെ ഉണ്ടാവുന്ന ഹോർമോൺസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നത്. യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ ഈവൻസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് in this 3. Okay, pituitary hormone levels from day 12, from 12 days, not day 12, 12 days, from 12 days, pituitary hormone. എന്ത് ഹോർമോൺസ് ഒക്കെ വരും? from 12 days. LH, FSH, LH surge ഒക്കെ നടക്കുന്നത് ആ ഒരു സമയത്തല്ലേ? അല്ലേ? from 12 days onwards അല്ലേ LH surge ഒക്കെ വരുന്നത്. 14 ഒക്കെ ആകുമ്പോഴത്തേക്കും LH surge സംഭവിക്കും, പിന്നെ അത് റെഡ്യൂസ് ആയിപ്പോ, അങ്ങനെയല്ലേ? യെസ്. ഓക്കെ. ആൻഡ് യൂട്ടറൈൻ ഇവന്റ്സ് ഫ്രം 13 to 15 days. യൂട്ടറൈൻ ഇവന്റ്സ്. വാട്ട് ആർ ദ യൂട്ടറൈൻ ഇവന്റ്സ്? ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്യുന്നു, റൈറ്റ്? ഓവ്യുലേഷൻ സംഭവിക്കുന്നു, അല്ലേ? 13 to 15 വരുമ്പോഴത്തേക്കും ഓവ്യുലേഷന്റെ കാര്യം നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം, ബിക്കോസ് ഓൺ ദ 14th day ഓവ്യുലേഷൻ ഇസ് ഹാപ്പനിങ്, അല്ലേ? അപ്പൊ 13th ഡേയിൽ അത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് ഇരിക്കരുത് എന്ന് വിചാരിക്കുക. 14th ഡേ ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് റപ്ചറിങ് ആൻഡ് യു ആർ റിലീസിങ് ഓവർ, റൈറ്റ്? യെസ്. ആൻഡ് ദെൻ ovarian events from 16 to 23 days. Ovarian events from 16 to 23 days. What is that? എടാ, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലോട്ട് നോക്കുന്നു, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. What happens 16 to 23 days? കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യും, ആൻഡ് മോർ ഓവർ എന്ത് സംഭവിക്കും? കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നതും അത് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആൻഡ് ഈ പറഞ്ഞ സമയം കൊണ്ട് നമ്മളുടെ യൂട്രൈൻ വാളൊക്കെ തിക്കൻഡായി ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദാറ്റ് ഓവം ടു ഫെർട്ടിലൈസ് ആൻഡ് എന്നിട്ട് ഈ ഇംപ്ലാന്റേഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും, അല്ലേ? യെസ്. ഓരോ ദിവസത്തിലും വാട്ട് ഓൾ ചേഞ്ചസ് ആർ ഹാപ്പനിങ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് മാൻഡേറ്ററി. ഓക്കെ. യെസ്. ഒരു പ്രഗ്നന്റ് വുമണിൽ ഈ ഹോർമോൺസ് ഐ ഹാവ് റിട്ടൺ ദോസ് ഇൻ യെല്ലോ, ഈ തന്നേക്കുന്ന യെല്ലോയിൽ തന്നേക്കുന്ന ഹോർമോൺസ് റിലീസ് ചെയ്യുന്നതിന്റെ സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതുക. മെൻഷൻ ദ സോഴ്സ് ആൻഡ് ദ ഫംഗ്ഷൻ. സോഴ്സ് ഞാൻ ചോദിച്ചോളാം, ഫംഗ്ഷൻ അവിടെ നിൽക്കട്ടെ. അവർ റിലീസ് ചെയ്യുന്ന ഓർഡറിൽ യു ഹാവ് ടു റൈറ്റ്. LH FSH വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം. ഒരുമിച്ചല്ലേ? റൈറ്റ്? യെസ്. അപ്പോൾ LH FSH വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം. ഓക്കെ. LH FSH, HCG and relaxing. Okay, very good. LH FSH അത് വേണമെങ്കിൽ FSH LH എന്ന് എഴുതാം, ദാറ്റ്സ് നോട്ട് എ ഇഷ്യൂ, കാരണം LH FSH ഒരുമിച്ച് വരുന്നുണ്ട്. Then comes the HCG. What is HCG? What is HCG? ഓർമ്മയുണ്ടോ ഫുൾ ഫോം? What is HCG? Human chorionic gonadotropin. Very good. Human chorionic gonadotropin and relaxin, അല്ലേ? ഇതിനകത്ത് FSHും LHും എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഓൾറെഡി വി ഹാവ് സോർട്ടഡ്. വി ഹാവ് ടു സോർട്ട് നൗ വേർ ദിസ് HCG കംസ് ഫ്രം ആൻഡ് റിലാക്സിൻ കംസ് ഫ്രം. എവിടെ നിന്നാണ് ഇവർ രണ്ടുപേരും വരിക? പ്ലസന്റയിൽ നിന്ന് വരും, അല്ലേ? റിലാക്സിൻ ഈസ് ഓൾസോ ഫ്രം പ്ലസന്റ, റൈറ്റ്? റൈറ്റ്? യെസ്. നോ? പ്ലസന്റ ആൻഡ് സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ ഓവറിയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. And one more thing that I would like to add is like
Where does this നമ്മളുടെ oxytocin comes from? Oxytocin ഓർമ്മയുണ്ടോ? What is the role of oxytocin എന്നും കൂടെ പറയണം കേട്ടോ. Pituitary, okay. പറയൂ. What is the role of oxytocin? Oxytocin role എന്താ? Contractions. Very good. Contraction leading to parturition. അല്ലെങ്കിൽ നിങ്ങളൊരു വാക്ക് പറയണമല്ലോ അവിടെ. ഒരു word is there, no? Contraction related to parturition. Some word is there. അത് തന്നെ. Human ejection reflex ആണോ? Fetal ejection reflex ആണോ മക്കളെ? Fetal ejection reflex കേട്ടോ. Okay. Foster ejection reflex എന്നൊക്കെ പറയുന്നുണ്ട്. ആരെയാണോ അപ്പോൾ ഫോസ്റ്റർ ചെയ്യാൻ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ലേ. എടാ fetal ejection reflex കേട്ടോ. Okay. What is the role of oxytocin എന്ന് ചോദിച്ചു you have to write fetal ejection reflex. Okay. Yeah. Okay. നോക്കിക്കേ. Where do the signals for parturition originate in the humans? എവിടെ ഒറിജിനേറ്റ് ചെയ്യും? ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാ? യൂട്രസ്. ഓക്കെ. പിറ്റ്യൂട്ടറിയോ? ഈ പാർച്യൂറിഷൻ്റെ സിഗ്നൽസ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഫ്രം ദ ഫീറ്റസ് എന്ന് പറയുന്നുണ്ട് എല്ലാവരും. ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് അല്ലേ? Fetus is actually letting us to have a signal that it is ready to come out. അങ്ങനെയല്ലേ fetal ejection reflex ഒക്കെ തുടങ്ങുന്നത് because of the like extra amount of oxytocin in our body. Okay. Ma'am, doesn't fetal ejection reflex stimulate the oxytocin to be released from the maternal pituitary? എടാ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സിഗ്നൽ കൊടുക്കുന്നത് ഈ പറഞ്ഞ നമ്മളുടെ ഫീറ്റസ് ആണ് അല്ലേ? റൈറ്റ്? എഴുതൂ. ഐ കാൻറ്റ് അണ്ടർസ്റ്റാൻഡ് യുവർ കോഡ് ഭാഷ. മാം, ഈസ് fetal ejection reflex and neuroendocrine reflex the same thing? Yes, almost. കാരണം ഈ ബ്രെയിനും അതുപോലെ പിറ്റ്യൂട്ടറി എവറി വൺ ഈസ് ആക്ച്വലി വർക്കിംഗ് ടുഗദർ ആൻഡ് ദാറ്റ് ഈസ് ഹൗ നമ്മളുടെ ബേബി ഈസ് കമ്മിങ് ഔട്ട് ത്രൂ പാർച്യൂറിഷൻ. കേട്ടോ? ഓക്കെ. ഫീറ്റൽ എജക്ഷൻ റിഫ്ലക്സ് ആണ് ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ എന്താ പറയുക ഓക്സിറ്റോക്സിൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ദിസ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ഫീറ്റസിന് പുറത്തു വരാനുള്ള ആ ഒരു ടെൻഡൻസി ഈസ് ആക്ച്വലി ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ. ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫീഡ് ന്യൂ ബോൺ ബേബീസ് വിത്ത് കൊളോസ്ട്രം? വൈ? കൊളോസ്ട്രത്തിൻ്റെ കളറൊക്കെ ഓർത്ത് വെച്ചേക്കണം. ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ആൻറ്റിബോഡി. ഏത്? എ അല്ലേ? IgA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റിബോഡിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഈ ജനിച്ച കൊച്ചിന് വേണ്ടതായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ദിസ് തിങ് അല്ലേ? വിച്ച് ഇമ്മ്യൂണിറ്റി? ഇന്നേറ്റ്, അക്വയർഡ്, ആക്റ്റീവ്, പാസീവ്, ആൻറ്റിബോഡി മീഡിയേറ്റഡ്, സെൽ മീഡിയേറ്റഡ്, അങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാടാ. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആ കൊച്ച് ജനിക്കുമ്പോൾ തൊട്ടേ ഉണ്ട്. പിന്നെ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് എന്തിനാ ഈ പാൽ കൊടുത്ത് അടുത്ത ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് പാസീവ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് എന്ന് പറയാം ബിക്കോസ് അക്വയർഡിൻ്റെ ഒരു പാർട്ടല്ലേ പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് അക്വയർഡ്. അതർവൈസ് സിംപ്ലി സ്പീക്ക് ദാറ്റ് റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് ആർ ഗെറ്റിംഗ് ലൈക്ക് അഡ്മിനിസ്റ്റർഡ് ടു ദ ബേബി നോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറയാം? പാസീവ് ഇമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ. യെസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ട്രേസ് ദ ജേർണി ഓഫ് ദ ഓവം ഫ്രം ദ ഓവറി, its fertilization and further development until the implantation of the embryo. Trace the journey. Just you have to say those names. First എന്ത് സംഭവിക്കും? Trace the journey എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ പറയണം കേട്ടോ. How this zygote is formed മുതലേ പറയണം. Zygote എങ്ങനെ ഉണ്ടായി എന്നുള്ളതും കൂടെ ഇനീഷ്യൽ അല്ലേ? റൈറ്റ്? ഫസ്റ്റ് എന്ത് സംഭവിക്കും? യു വിൽ ബി ഹാവിങ് ദ ഓവം റിലീസ്ഡ് അല്ലേ? ഫസ്റ്റ് അതാണ് സംഭവിക്കുക. ആൻഡ് വൈൽ ദിസ് ഓവം ഈസ് ഗെറ്റിംഗ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ഫാലോപ്പിയൻ ട്യൂബ് ഓഫ് യുവർ ബോഡി, വാട്ട് ഹാപ്പൻസ്? അതിൻ്റെ ആംപുള്ളറി റീജിയനിൽ വെച്ചിട്ട് ദ സ്പേം ഈസ് കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് ആൻഡ് ദാറ്റ് ഈസ് ഹൗ ദ ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ് അല്ലേ? ആൻഡ് എന്നിട്ട് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് വിൽ ബി ഗെറ്റിംഗ് എ വൺ സെൽഡ് കണ്ടീഷൻ ദാറ്റ് ഈസ് സൈഗോട്ട്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എന്തുണ്ടാവും? What is the thing that we get when the zygote develops? A lot of blastomeas.
ഒരു സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ്സ് എ ബഞ്ച് ഓഫ് സെൽസ് അല്ലേ? കുറച്ച് സെൽസ് അല്ലേ? ആ സെൽസ് ആർ കോൾഡ് ആസ് ബ്ലാസ്റ്റോമിയർ. ആൻഡ് വെൻ ദീസ് സെൽസ് ആർ ഗെറ്റിംഗ് അലൈൻഡ് ഇൻ ടു 8 to 16 സെൽസ്, അപ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക അതിനെ? വി കോൾ ഇറ്റ് ആസ് എ മോറുല അല്ലേ? മോറുല പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കുമാണ് വി കോൾ ഇറ്റ് ആസ് എ ബ്ലാസ്റ്റോസിസ്റ്റ്. Blastocyst will be having 2 different type of cells, inner cell mass and trophoblast. Inner cell mass ആണ് will be developing into the embryo. Trophoblast എന്തായിട്ട് മാറും? Will be developing to attach into the uterus, right? Yes. Inner cell mass ആണ് embryo ആയിട്ട് മാറുക. Trophoblast എന്ത് ചെയ്യും? Attachmentന് വേണ്ടിയിട്ട് help ചെയ്യും. Where to attach? Uterusൽ attach ചെയ്യും. Ma'am, shouldn't we also mention that after the sperm enters the plasma membrane, the secondary locate, what is secondary locate makale? Completes meiosis to give ovum. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് സെക്കൻഡറി oocyte. Okay, secondary oocyte completes meiosis to give out ovum. That is also, പക്ഷേ what all we need is actually we need a ovum, we need a sperm അല്ലേ? ovum sperm വരുന്ന കഥ വേണമെന്നില്ല, just ovum sperm ഉണ്ടായിരുന്നു, they have been meeting in a certain position, എന്നിട്ട് ഇന്ന പോലെ ഉണ്ടായി എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ആൻഡ് വൺ മോർ തിങ്, ദാറ്റ് ഈസ് ആംപുള്ളറി ഇസ്തമിക് ജംഗ്ഷൻ എന്നൊക്കെ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ യു കൻ സിംപ്ലി റൈറ്റ് ആംപുള്ളറി റീജിയൻ. കേട്ടോ, ആംപുള്ളറി റീജിയൻ എന്ന് പറഞ്ഞാലും മതിയാവും. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. സോ ദിസ് ഇസ് ഇറ്റ്. നമുക്കൊരു കുട്ടി ബ്രേക്ക് എടുത്താലോ? കുറേ നേരം ആയില്ലേ തല പുകയുന്നു. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടോ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. സർജിക്കൽ മെത്തേഡ്സ് എത്രയുണ്ട്? 2. Vasectomy, tubectomy അല്ലേ? വാട്ട് ഈസ് ദ തിങ് വിച്ച് മേക്ക് സർജിക്കൽ മെത്തേഡ്സ് എ ടെർമിനൽ മെത്തേഡ് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതും? വാട്ട് ഈസ് ദ തിങ് ദാറ്റ് മേക്സ് ദിസ് സർജിക്കൽ മെത്തേഡ് എ ടെർമിനൽ വൺ? വാട്ട് വിൽ യു റൈറ്റ്? അതാണോ? നോ, വൺ വേർഡ് ഇസ് ദെയർ. നോ, റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂല. റിപ്പീറ്റ് ആണോ ഓർ സം അതർ വേർഡ് ആണോ? പുവർ എടാ, വാട്ട് ഈസ് ഇറിവേഴ്സിബിലിറ്റി മക്കളെ? അമ്മേ, ഇംഗ്ലീഷ് ക്ലാസ് ആയത്. വാട്ട് ഈസ് ഇറിവേഴ്സിബിലിറ്റി? റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തത് ആണോ? ഓക്കെ. പുവർ ഇറിവേഴ്സിബിലിറ്റി മീൻസ് സ്ലൈറ്റ്ലി ചെയ്യാം, ചെയ്താലും അത്ര ഇഫക്റ്റ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ദ റിവേഴ്സിബിലിറ്റി ഈസ് പുവർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയായിരിക്കും. ഓക്കെ, കാരണം നമുക്ക് സിസ്റ്റത്തിനെ ഈ ടൈ ചെയ്ത് വെച്ചേക്കുന്നത് അഴിച്ചിട്ട് യോജിപ്പിക്കാൻ പറ്റും. വി ക്യാൻ സ്യൂ ഇറ്റ് ടുഗെദർ ആൻഡ് വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു എ നോർമൽ സ്ട്രക്ചർ. പക്ഷേ ദർ ഈസ് എ ചാൻസ് ദാറ്റ് ഇറ്റ് മൈറ്റ് നോട്ട് വർക്ക് ആസ് നോർമൽ ആസ് ഇറ്റ് വാസ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സിബിലിറ്റി പുവർ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. Okay, there are certain cases reported that after undergoing the sterilization they might have developed a baby. പക്ഷെ എല്ലാവർക്കും അത് വർക്ക് ചെയ്യണമെന്നില്ല. പിടികിട്ടിയാ? irreversible was given in your textbook. Okay, irreversible എന്ന് എഴുതിയാലും റിവേഴ്സിബിലിറ്റി is poor എന്ന് എഴുതിയാലും it's all okay. കേട്ടോ, റിവേഴ്സിബിലിറ്റി is poor ആണ് കുറച്ചും കൂടെ ഫൈൻ ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്. Then MTP, what are the conditions in which you will go for, not what are the conditions venda, in which trimester will you go for a opinion from 2 doctors for undergoing this MTP? Which trimester? Second trimester. First trimester la 2 doctors inde avashyilla, oru doctor inde vanna avashyam madi. Second trimester la aanu 2 doctors inde avashyam varunathu. Okay, and when you go for this MTP, certain cases are there വെറുതെ പോകാൻ പറ്റത്തില്ല. Either your this the contraceptive might have undergone some എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായി അതിന് അല്ലേ? അതർവൈസ് ദിസ് ബേബി ഈസ് ഹാവിങ് സം abnormalities or this mother is having some issues due to that baby, or either it could be physical or it could be mental അല്ലേ? പിന്നെ അതുപോലെ തന്നെ റേപ്പ് കേസസ് അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് കേസസിലൊക്കെ നമുക്ക് പോകാം. then STD, വൈറൽ STD എന്ന് ചോദിച്ചാൽ എന്ത് എഴുതും? AIDS. എനിക്ക് അത് മാത്രമേ അറിയുള്ളൂ. ഗീവ് എ ബാക്ടീരിയൽ STD. Syphilis, hepatitis B. Okay. Then art അറിയാമോ? Yes. Every time you remember one thing, art will be asked when it is provided you with a situation.
suppose you are provided with a situation like this woman is not able to produce gametes, അല്ലെങ്കിൽ this man is not able to produce gametes, which condition will you suggest for this couple എന്നുള്ള രീതിയിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരിക്കും, and you have to provide this couple with a art technique which is helpful them to overcome the situation. മനസ്സിലായോ? ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിനെ യോജിക്കുന്ന രീതിയിലുള്ള ഒരു ആർട്ട് ആയിരിക്കും നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറയാം. ഓൾവേസ് സച്ച് എ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി കമ്മിങ് കേട്ടോ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ഒന്ന് ക്ലിക്ക് ചെയ്യോ. Yes, our government has intentionally imposed strict conditions for MTP in our country. Justify a reason. Is this necessary? Imposing strict conditions for MTP is necessary? Yes. 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 Why? Female feticide. Alle? Obvious. Illegal aittulla oruvaadu female feticide is happening, and in order to reduce the amount of female feticide, we are going for a very strict conditions under this MTP procedure. Alle? MTP-യിൽ ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് കണ്ടീഷൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് എന്താണ്? മിസ്യൂസ് ചെയ്ത ആളുകളെ എന്ത് ചെയ്യുന്നു? ഇല്ലീഗൽ ഫീമെയിൽ ഫെറ്റിസൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പം അതൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ആൻഡ് യു കനോട്ട് സേ ദാറ്റ് ടു എൻറ്റയർലി പ്രിവെന്റ് amniocentesis, കാരണം amniocentesis is a method that we use for a positive impact also. In order to find that whether the baby is having any issues or not, നമ്മൾ amniocentesis ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കംപ്ലീറ്റ്ലി amniocentesis-നെ പ്രിവെന്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റൂല കേട്ടോ. ഓക്കെ, ഓക്കെ, യെസ്. Why is Saheli a well accepted contraceptive pill? ചുമ്മാ എന്തെങ്കിലും ബ്ലാ 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 ഇതിട്ട് കാര്യമില്ല. ബട്ട് മെയിൻ പോയിന്റ് ഇസ് ദർ. പറയൂ. വൺസ് ഇൻ എ വീക്ക് പിൽ അത്രേ, അതുകൊണ്ടാണോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പേരൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ. ഹയർ കോൺട്രാസെപ്റ്റീവ് വാല്യൂ, ലെസ് സൈഡ് എഫക്ട്സ്. എടാ ഇതിപ്പോൾ എല്ലാത്തിനും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഹയർ കോൺട്രാസെപ്റ്റീവ് വാല്യൂ, ലെസർ സൈഡ് എഫക്റ്റ് ഒക്കെ തന്നെയല്ലേ എല്ലാത്തിനും. പക്ഷെ വൈ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ് യു അബൌട്ട് സഹേലി ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് എ നോൺ സ്റ്റെറോയിഡൽ പിൽ കേട്ടോ. ദാറ്റ് ഈസ് എ മെയിൻ തിങ്. യൂഷ്വലി നമ്മൾ കഴിക്കുന്ന എല്ലാ പിൽസിനും ഒരു സ്റ്റെറോയിഡ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് വൈ പീപ്പിൾ ഹു ആർ യൂസിങ് ദിസ് കോൺട്രാസെപ്റ്റീവ്സ് ആർ ലിറ്റിൽ ബിറ്റ് ഒബീസ്, അല്ലെങ്കിൽ അവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ വരാനുള്ള റീസൺ ഈസ് ദ amount of steroid involved in that contraceptive. You understood? പക്ഷേ this Saheli is a non-steroidal contraceptive. അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. അപ്പൊ അതുകൊണ്ടാണ് ഹയർ ഫാഗോസൈറ്റോസിസ് ഓഫ് ഓവം. അതിപ്പോ സഹേലി തന്നെ ആവണമെന്നില്ലല്ലോ. ഫാഗോസൈറ്റോസിസ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് നമ്മളുടെ IUDs ഒക്കെ കൊണ്ടിട്ട് ഫാഗോസൈറ്റോസിസ് ഒക്കെ നടക്കണില്ലേ, മറ്റേതും കൊണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഫാഗോസൈറ്റോസിസ് ഈസ് എ റീസൺ. പക്ഷേ ദിസ് മസ്റ്റ് ബി യുവർ ഫസ്റ്റ് പോയിന്റ്, നോൺ സ്റ്റെറോയിഡ് കേട്ടോ. ആ നോൺ സ്റ്റെറോയിഡിൽ എഴുതിയിട്ട് വേണം ബാക്കിയുള്ള പോയിന്റ്സ് എഴുതാൻ. യു ഓക്കെ? യെസ്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള എല്ലാ പിൽസും നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ സ്റ്റെറോയിഡിലാണ്. ഇത് മാത്രം ഒരു നോൺ സ്റ്റെറോയിഡൽ പിൽ ആയതുകൊണ്ടിട്ടാണ് ഇറ്റ് ഈസ് ഹാവിംഗ് ദിസ് വൈഡർ അക്സെപ്റ്റൻസ് കേട്ടോ. ഓക്കെ, ദെൻ ഡിസ്ക്രൈബ് ലാക്ടേഷണൽ അമനോറിയ. യു റിമെമ്പർ ദിസ് ലാക്ടേഷണൽ അമനോറിയ? വാട്ട് ഈസ് ലാക്ടേഷണൽ അമനോറിയ? ലാക്ടേഷൻ ഉള്ള സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് മെൻസ്ട്രേഷൻ. യെസ്, യോ നോ അല്ലേ? ഇഫ് ദർ ഈസ് നോ മെൻസ്ട്രേഷൻ വാട്ട് ഹാപ്പൻസ്? നാച്ചുറൽ മെത്തേഡ് ആണ്. ഓക്കെ, മെൻസ്ട്രേഷൻ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇന്റൻസ് ലാക്ടേഷൻ ആയതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ്? ലെസ് ചാൻസസ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ് അല്ലേ? ഇന്റൻസ് ലാക്ടേഷൻ ആണ്, മെൻസ്ട്രേഷൻ ഇല്ല, ഓവുലേഷൻ ഒബ്വിയസ്ലി ഇല്ല. മെൻസ്ട്രേഷൻ ഇല്ലെങ്കിൽ പിന്നെ ഓവുലേഷനും ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഇന്റൻസ് ലാക്ടേഷണൽ പീരീഡ് ആയതുകൊണ്ട് ദിസ് ലേഡി ഈസ് ഹാവിങ് എ വെരി ലെസ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് കൺസീവ്ഡ്. അതാണ് ലാക്ടേഷണൽ അമനോറിയയുടെ മെത്തേഡ്. യു റിമെമ്പർ ദാറ്റ്? യു റിമെമ്പർ നമ്മളുടെ കോയിറ്റസ് ഇന്ററപ്റ്റസ്? കോയിറ്റസ് ഇന്ററപ്റ്റസ് ഓർക്കുന്നുണ്ടോ? യെസ്, അനദർ നെയിം ഫോർ കോയിറ്റസ് ഇന്ററപ്റ്റസ്? ഓർക്കുന്നില്ല കോയിറ്റസ് ഇന്ററപ്റ്റസ്? ഓക്കെ, ഐ വിൽ സേ ദാറ്റ്. എന്താണ് അനദർ നെയിം ഫോർ കോയിറ്റസ് ഇന്ററപ്റ്റസ്? വാട്ട് ഈസ് അനദർ നെയിം? withdrawal. What is happening here? എന്താ സംഭവിക്കുന്നത്? ഫീമെയിൽ ആൻഡ് മെയിൽ പാർട്ട്നേഴ്സ് വിൽ ബി ഇൻവോൾവ്ഡ് ഇൻ എ സെക്ഷൽ ആക്ടിവിറ്റി. പക്ഷേ വാട്ട് ഹാപ്പൻസ്? ദിസ് മെയിൽ പാർട്ട്ണർ intentionally will be withdrawing his penis just before ejaculation അല്ലേ? sperms റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ intentionally this male partner is removing his penis inside from the female's body. അകത്തുനിന്ന് റിമൂവ് ചെയ്യുക. and this process is what we call as coitus interruptus അല്ലെങ്കിൽ withdrawal. one more thing is there, that is periodic abstinence അല്ലേ? periodic abstinence ഓർക്കുന്നില്ലേ? yes, okay, that is it.
Okay, name 2 hormones that are the constituents of contraceptive pills, and why do they have a very high and why do they have high and effective contraceptive values? Rendu hormones inde peru matram parayu. Progesterone and estrogen, allengil we can say that estrogen progesterone combination, and there are certain other contraceptives also which is having progestasert. Orkunnille progestasert ille? Yes, a kind of progesterone thaneyadu alle. Appo idu rendu aanu main aayittulla hormones ennu parayunnu. Then what do they do to have this much contraceptive value? Endarikku avarku itra contraceptive value varanulla oru reason? Karanam phagocytosis. Okay, contraceptive pills ille ipo undakunna contraceptive pills inathu progestasert undu. Okay, ആളുകൾ ഈ IUDs ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് they are reluctant. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകണ്ടേ, കുറച്ചുകൂടെ ഹാൻഡി ആയിട്ടുള്ളത് പിൽസ് അല്ലേ. Now they are infusing that in it. Okay, okay. എടാ പറഞ്ഞേ, why do we have this higher contraceptive value for pills? Why do we have this? നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിച്ചാൽ മതി. എന്തൊക്കെയാ അത്? ഫെർട്ടിലൈസേഷൻ എനേബിൾ ചെയ്യത്തില്ല, ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്തു, ഫാഗോസൈറ്റോസിസ് ഉണ്ടാക്കുന്നു, സ്പെർം മോട്ടിലിറ്റി കുറയ്ക്കുന്നു. ഓൾ ദീസ് ആർ ഹാപ്പനിങ് അല്ലേ? എനി ഓഫ് ദീസ് ആർ ഹാപ്പനിങ് whenever you are using a pill. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് എന്ത് പറ്റും? കോൺട്രാസെപ്റ്റീവ് വാല്യൂ ഇസ് ഹൈ. ഓക്കെ, പിന്നെ ഒരു കാര്യം ഓർത്തോളുക, ഈ പറഞ്ഞ IUDs ആണെങ്കിലും പിൽസ് ആണെങ്കിലും ഒക്കെ നോർമലി their working strategy is mostly the same. They are not allowing the sperm to meet the ovum. They are not allowing the എന്താ പറയാ mucus നമ്മുടെ cervical mucus to be in a very good condition അല്ലേ? sperm reduce ഇതെല്ലാം എല്ലാവർക്കും ഏകദേശം സിമിലർ ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി അടുത്തത് നോക്കിയേ, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. couple where both husband and wife are producing functional gametes but the wife is still unable to conceive, is seeking a medical aid. Describe any one method that might suggest you can suggest to this couple to become a happy parent. അവർക്ക് രണ്ടുപേർക്കും gametes reduce ചെയ്യാം. That means they are able to produce sperm and ovum, but this lady is not able to conceive. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? കൺസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല. മേ ബി ദ ഇഷ്യൂ ഇസ് ഇറ്റ് വിത്ത് ഫെർട്ടിലൈസേഷൻ. കറക്റ്റ് ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാത്തയാകാം അല്ലേ? സോ വി ക്യാൻ ഓൾസോ ഗോ ഫോർ IVF, അതർവൈസ് വി ക്യാൻ ഗോ ഫോർ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ ഓർക്കുന്നല്ലേ? That is also possible. In vitro fertilization is also possible അല്ലേ? Either you can transfer the zygote അല്ലേ? zygote ആയിട്ടോ അല്ലെങ്കിൽ ഒരു 8 സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മോറൂലൊക്കെ ശേഷമുള്ള ഒരു കണ്ടീഷൻ ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ യൂട്രസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ. ആൻഡ് ഇപ്പൊ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പ്രൊസീജിയറും കൂടെ ചെയ്യാമല്ലോ. This couple is not able to have this fertilization done. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ എന്താ? ഇവർക്ക് IUI ചെയ്യാം. ഇവർക്ക് IUI ചെയ്യാൻ പറ്റത്തില്ലേ? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ യെസ് ചെയ്യാൻ പറ്റുമോ? ഫെർട്ടിലൈസേഷൻ ഇസ് പ്രോപ്പർ അവർക്ക് ചെയ്യാം അല്ലേ? ഫെർട്ടിലൈസേഷൻ ഇസ് പ്രോപ്പർ അവർക്ക് ചെയ്യാം. യൂഷ്വലി നമ്മൾക്ക് ഫെർട്ടിലൈസേഷൻ ഈ പറഞ്ഞ പോലെ ഒരു വിഷയമാണ് എന്നുള്ള കപ്പിൾസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ICSI ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. ICSI ചെയ്തപ്പോൾ നമ്മൾ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, അപ്പോൾ നമ്മൾ ഇന്റൻഷനലി ഇതിനെ ഫെർട്ടിലൈസ് ചെയ്യിക്കുക അല്ലേ? എന്നിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ഓക്കെ, ക്ലിക്ക് ചെയ്യോ? യെസ്. അപ്പോൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യോ? ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകുന്നില്ല കേട്ടോ. ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. Diagnostic report of 2 couples having infertility problem are given below. First one, the woman cannot produce ovum. Okay. Second one, the man has very low sperm count in semen. അങ്ങനെയാണെങ്കിൽ suggest an art. Woman cannot produce ovum. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എന്ത് ചെയ്യാൻ പറയാൻ പറ്റും? Gift. Okay, very good. Gift അല്ലേ? Gamete intrafallopian transfer. അവർക്ക് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ വിൽ ബി കളക്ടിങ് a suitable ovum from a donor അല്ലേ? എന്നിട്ട് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ്സ് ഓക്കെ. Then man is having a very low sperm count. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? We can go for ICSI.
ബൈ കളക്ടിങ് ഒരു അടിപൊളിയായിട്ടുള്ള സ്പേം കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ICSI ചെയ്യുന്നു. ദാറ്റ്സ് എ മെത്തേഡ്. ഓക്കെ, പക്ഷെ ICSIനേക്കാളും കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ് എന്ത്, AI അല്ലെങ്കിൽ IUI. റൈറ്റ്? IUIയിൽ എന്താ സംഭവിക്കുന്നത്, we are definitely transporting some amount of this thing into the lady's body. യൂട്രസിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഈ സർവൈവൽ തിങ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും അല്ലെ. യൂട്രസിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഓവരിക്കുന്ന ആംപുള്ള ജംഗ്ഷൻ അങ്ങോട്ട് മൂവ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് ദൂരം റൈസ് ചെയ്യാനൊന്നും അവർക്കില്ലല്ലോ. സോ വി ക്യാൻ ഗോ ഫോർ IUI. To a certain extent we can depend upon ICSI, then to a certain extent we can go for artificial insemination also. മൂന്നും possible ആണ് അല്ലേ. IUI possible ആണ്, then AI possible ആണ്, ICSI is also possible. Right? Yes. Okay. ഒന്ന് മ്യൂട്ട് ചെയ്യോ. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് വേണ്ട, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് ആർ ഇഫക്റ്റീവ് ഇഫ് യൂസ്ഡ് വിത്തിൻ ഡാഷ്. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ്, വിച്ച് വൺ? എ അല്ലേ, വിത്തിൻ ദ 72 hours ഓഫ് കോയിറ്റസ്. റൈറ്റ്? കാരണം 72 hours-നുള്ളിലായിരിക്കും സ്പേമിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു മോട്ടിലിറ്റി ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ 72 hours-നുള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ it will be helpful. Otherwise within the 72 hours നല്ല സ്പേം ആണെങ്കിൽ അത് ഫെർട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും, പൊട്ട സ്പേം ആണെങ്കിൽ അത് ചത്തുപോയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ വിശ്വസിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ വിത്തിൻ 72 hours ഓഫ് കോയിറ്റസ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കഴിക്കണം. ഓക്കെ, യെസ്. വൺ മോർ ഒരു കേസ് ബേസ്ഡ് കൂടെ ചെയ്യാനുള്ള സമയം. ഓക്കെ, വിൽ ഗോ ഫോർ ദാറ്റ്. ഒരു കേസ് ബേസ്ഡ് കൂടെ നമുക്ക് ചെയ്യാം. പോകുന്നില്ല. യാ, A 23-year-old Sahil has been diagnosed with an infection of reproductive tract caused by bacteria. He complains about burning sensation during urination, pus containing discharge and pain around genitalia. This infection has an incubation period of 2 to 5 days but can be cured. Okay, question vaittarame. From which disease is Sahil might not be suffering? Might not be suffering. Chlamydiasis, herpes, gonorrhea, syphilis. Why A? വെറുതെ ഇങ്ങനെ കണ്ണടച്ചിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത്? പോയിന്റ് ഇസ് ഗിവൺ ഹിയർ. ഇത് വേണമെങ്കിൽ ഒന്ന് റീഡ് ചെയ്തോ. സ്ട്രൈക്കിംഗ് പോയിന്റ് ഇസ് ഗിവൺ ഹിയർ. വിച്ച് ഓപ്ഷൻ മക്കളെ? അത് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് അത്ര. വിച്ച് ഓപ്ഷൻ ഹിയർ? ഓപ്ഷൻ ബി. വൈ? Chlamydiasis is a bacterial disease, right? Gonorrhea is a bacterial disease. Syphilis is also a bacterial disease. Herpes ആണോ? Herpes is caused by not a bacteria, not a virus. It's caused by Treponema pallidum എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ. Treponema എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവി അത് ഉണ്ടാക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഹെർപ്പസ്. നോട്ട് ബി സഫറിങ് ആയതുകൊണ്ടാണ് ഹെർപ്പസ് കേട്ടോ. ബാക്കിയെല്ലാം ബാക്ടീരിയല. അവിടെ ഇതിനകത്ത് തന്നിട്ടുണ്ട്, കേസ് തന്നിട്ടുണ്ട്, ആൾക്കുള്ളത് ഒരു ബാക്ടീരിയൽ അസുഖമാണെന്നുള്ളത്. വിച്ച് among the following reproductive tract infection is transmitted by bacteria? Transmitted by bacteria, both A and B. Trichomoniasis bacteria caused ആണ്. Yeah, ഇത് പഠിച്ചിട്ടില്ലേ? Which one is caused by bacteria, which one by virus? പഠിച്ചിട്ടില്ല. Guessing ആണ്. Chat box full completely guessing. കാർക്കി കുത്തനെ. Okay, cancroid. Yeah. കാരണം which transmitted by bacteria. Trichomoniasis is not transmitted by bacteria. അതുകൊണ്ടാണ് A ആവാത്തത്. Okay. Which mode of treatment will be useful for Sahil? Which mode of treatment will be useful for Sahil? Okay, very good. C അല്ലേ? കാരണം ആന്റിബയോട്ടിക് യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആന്റിബയോട്ടിക് ബാക്ടീരിയക്കെതിരെ അല്ലേ? അത് ആ ക്ലൂ നമുക്ക് കിട്ടി. ആന്റിബയോട്ടിക് യൂസ് ചെയ്യാം. ഓക്കെ, next one. What technique was used to diagnose Sahil's disease? What technique was used to diagnose Sahil's disease? B, C, A. Okay, everybody is saying A. Why A? Why C? Why A? B അല്ലെന്ന് ഉറപ്പിച്ചായിരുന്നോ? B ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ,
Bacteria can be stained. Yeah, that's it. Bacteria is the only thing that can be stained. അല്ലേ? gram staining is done for bacteria. അല്ലേ? Bacteria click ചെയ്യോ. gram staining is done for bacteria. അല്ലേ? എലൈസ നമ്മൾ പൊതുവേ നമ്മളുടെ ആൻറ്റിബോഡി ആൻറ്റിജൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ആൻറ്റിജൻ ഡിറ്റക്ഷൻ അല്ല, സ്പെസിഫിക്കലി നമ്മൾ ബാക്ടീരിയ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അയാളുടെ പസ്സിന്ന് കുറച്ചെടുത്തിട്ട് ഗ്രാം സ്റ്റെയിൻ ചെയ്ത് നോക്കിയാൽ ഇഫ് ഇറ്റ് ഇസ് ഹാവിങ് പോസിറ്റീവ് റിസൾട്ട് എന്ത് പറയാം, അതൊക്കെ ഈ അസുഖമാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അല്ലേ? ഒരെണ്ണം വരണ്ടേ, ഇതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ്. പസ് ഫിൽഡ് ഡിസ്ചാർജ് ഈസ് എ കീ വേർഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. യാ, ദാറ്റ്സ് ഇറ്റ്. അതും ആ ബാക്ടീരിയ എന്നുള്ള സാധനം കൂടെ ക്ലിക്ക് ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് എ ലോട്ട് ഓഫ് ആൻസേഴ്സ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇവരെ ഒന്നും എനിക്ക് അറിയത്തില്ല, അതല്ലേ പറയാൻ പോകുന്നത്. 4 D C. എടാ ജി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോടാ? ഞാൻ ചുമ്മാ ഫണ്ണായിട്ട് പറയുന്ന കേട്ടോ, നിങ്ങൾ തെറ്റത്തിലിടുമ്പോൾ. ഐ നോ ദാറ്റ് ഇറ്റ്സ് മിസ്റ്റേക്ക് വൈൽ യു ടൈപ്പ്, പക്ഷേ ഐ ഡു മേക്ക് ഇറ്റ് ഫൺ. പറയൂ. ഡി. ആ, കാരണം എന്താണെന്നറിയോ? ഇറ്റ്സ് റിട്ടൺ ലൈക്ക് ട്രൈക്കോമോണാസ് വെജൈനാലിസ് ബിക്കോസ് ഇറ്റ് വിൽ ബി ഹാവിങ്, അല്ലെങ്കിൽ നമുക്കത് വരുന്നത് യൂഷ്വലി വജൈനക്കകത്താണ്. പക്ഷേ സാഹിൽ ഈസ് എ ബോയ് അല്ലേ? തന്നിട്ടുണ്ട്, ഹീസ് എ ബോയ്. ഇവിടെ ഓരോരുത്തർ തലയിലൊക്കെ കൈ വെക്കുന്നടാ. യു ഗോട്ട് യുവർ ആൻസർ റോങ്. എടാ, സാഹിൽ ഇസ് എ ബോയ് എന്നുള്ളത് അവർ ഓൾറെഡി ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, കേസിൽ പറയുന്നുണ്ട്. അതാണ് ആ ഒരു കുഞ്ഞു ക്ലൂ. ഓക്കെ, യാ. ഇപ്പൊ കുറെ നാളായിട്ട് നിങ്ങളുടെ CBSE അല്പമയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേ ആർ നോട്ട് റിലീസിങ് ദിസ് മച്ച് ഹാർഡ് ടു ക്രാക്ക് ആയിട്ടുള്ള പേപ്പേഴ്സ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും വരില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ, 4th ചാപ്റ്റർ, pretty easy chapter. Principles of inheritance and variation. ആൻഡ് എല്ലാ ക്രോസും പഠിക്കണം. എല്ലാ ക്രോസും പഠിച്ചിട്ടുണ്ടോ? മോണോ ഹൈബ്രിഡ്, ഡൈ ഹൈബ്രിഡ്, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസ് പറഞ്ഞപ്പോൾ ആരും കൈവീശുന്നില്ല. ടെസ്റ്റ് ക്രോസ് പഠിച്ചിട്ടില്ലേ? വാട്ട് ഈസ് എ ക്രോസ്? വാട്ട് ഈസ് ദ ജീനോടൈപ്പ് ഓഫ് ദ പാരന്റ് ടു ഗെറ്റ് 50-50 റേഷ്യോ, അല്ലെങ്കിൽ 1:1 റേഷ്യോ? ജീനോടൈപ്പ് ഓഫ് ദ പാരന്റ്. അങ്ങനെയാ ചോദ്യം വരിക. പറയൂ. വാട്ട് ഈസ് ദ ജീനോടൈപ്പ് ഓഫ് ദ പാരന്റ്? ഐഷ്, ഒരു പാരന്റ് മതിയോ? ഹെട്രോസൈഗസ് ഡൊമിനന്റ് ആൻഡ് ഒബ്വിയസ്ലി പിന്നെ ആര് വേണം? 2 ഹെട്രോസൈഗസ് ഡൊമിനന്റാ? നോ, 2 ഹെട്രോസൈഗസ് ഡൊമിനന്റ് വരും. Recessive one. Yeah, okay, fine. Ini pleiotropy and polygenic inheritance. I'll ask you one question, you answer it. Okay. Skin color. Pleiotropy യുടെ റിസൾട്ട് ആണോ പോളിജനിക് ഇൻഹെറിറ്റൻസിന്റെ റിസൾട്ട് ആണോ? സ്കിൻ കളർ പോളിജനിക് ഇൻഹെറിറ്റൻസിന്റെ റിസൾട്ട് ആണോ പ്ലിയോട്രോപ്പിയുടെ റിസൾട്ട് ആണോ? പോളിജനിക് ഇൻഹെറിറ്റൻസ്. How many of you are having confusion regarding these two terms? Pleiotropy and polygenic inheritance. Arey വാ, സൂപ്പർ. എല്ലാ ക്ലാസ്സിലെ ഓൾമോസ്റ്റ് മെജോറിറ്റി ആളുകളും ഹാൻഡ് റൈസ് ചെയ്തു. ഐ വിൽ ഷോ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സപ്പോസ് ദീസ് ആർ എ ഫ്യൂ ജീൻസ്. ഞാൻ ഇവിടെ ജീൻസ് എഴുതുവാണേ. A is a gene, B is a gene, C is a gene. These are a few genes. അല്ലേ? And all of them together are controlling a character. Okay, such a condition, many genes controlling a single character, ഇതിനെയാണ് നമ്മൾ പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ക്ലിയർ ആണോ? യെസ്, യെസ് ആണോ? ക്ലിയർ അല്ലാതിരുന്ന ആളുകൾക്കൊക്കെ. Now coming to pleiotropy. പ്ലിയോട്രോപ്പിയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നേരെ തിരിച്ചെഴുതാൻ വേണ്ടി പോവാ. ഹിയർ ദർ ഇസ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ക്യാരക്ടർ നമ്പർ 1, ക്യാരക്ടർ നമ്പർ 2, ക്യാരക്ടർ നമ്പർ 3. ഓക്കെ, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ആ സിംഗിൾ ജീൻ. എ എന്ന് പറഞ്ഞൊരു ജീൻ ഉണ്ടായിരുന്നു. വൺ ജീൻ വിൽ ബി കൺട്രോളിങ് മെനി ക്യാരക്ടേഴ്സ്. ദിസ് വൺ ഈസ് പ്ലിയോട്രോപ്പി. എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഓഫ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. മനസ്സിലായോ? യെസ്, യെസ്. ഒരെണ്ണം പഠിച്ചു വെക്കുക. ഇതിൽ ഒരെണ്ണം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. നൗ യു ടേൺ ഇറ്റ് ബാക്ക്. നിങ്ങൾക്ക് എന്ത് കിട്ടും? അടുത്ത് കിട്ടും. ഓക്കെ,
This is very important. Get incomplete dominance. In which plant you can find incomplete dominance? In which flower you can find incomplete dominance? If your question will be having some clues if you are talking about incomplete dominance. Antirhinum species, snapdragon, mirabilis jalpa, allengil endu rose, mirabilis jalpa, allengil endu dog flower. Alle? Yeah. Then co-dominance in example parayu. Co-dominance in example parayu. Co-dominance. Blood group. Yeah, which blood group? Which blood group? AB blood group. Almost ella. Yes. Sex determination ormayundo. XXXO type of sex determination is seen in which kind of an animal? XXXO. Grasshopper. Insect. Okay, fine. Ini ZW anengilo. Hen, birds, adalla. Right? XXXY ille. That is in humans. Right? That is in humans. Except humans, tell one another example. Animals are. All animals are fruit fly or Drosophila. Okay? Remember that. XXXY is humans allade Drosophila kyatha goda undu. Okay, one more. Haplodiploid. Haplodiploid kind of sex determination. Haplodiploid kind of sex determination. Okay. Honeybee. My question is, a honeybee male is a diploid one or a haploid one? Honeybee, male honeybee is a haploid one or a diploid one? Haploid one. And what is the number of chromosomes that he have? What is the number of chromosomes that he have? 16. Okay, fine. Very good. Diseases orkunundo. You remember all those diseases? I'll ask you one thing. Gynecomastia is a symptom of dash. Gynecomastia is a symptom of dash. Klinefelter's. Rudimentary ovary is a symptom of? Rudimentary ovary is a symptom of Turner syndrome. Okay, very good. Next question is, crisscross inheritance കാണിക്കുന്ന ഒരു disease. Crisscross inheritance is shown in a disease. Which disease? Okay. Okay. No. Hemophilia and color blindness. Karanam endha? You remember one thing? If your mother is having, suppose I am having color blindness, okay, I will be only transmitting this disease to my son, right? Allengil grandson. Sonninu varanalla chance korava. If only the partner is also color blind, anganeykke aanengil maathre varullu, alle? It will be transferred to the grandson most probably, alle? അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻഹെറിറ്റൻസ് ആണ് we basically called as criss-cross inheritance. One more question, okay? Phenylketonuria ഇല്ലേ? One gene is lacking and due to that one enzyme is also lacking. Which enzyme? One gene is not there and due to that one enzyme is not there. Which enzyme? Phenylalanine hydroxylase. Very good. Phenylalanine hydroxylase. So now what happens if you are not having enough amount of phenylalanine hydroxylase, which is not getting converted into what? In the conversion nadakathathu. Phenylalanine compounds are not getting converted into something. What compound? Yeah, I'll give a clue. It starts with a T. Tyrosine. Okay, very good. Ortho check if the phenylalanine hydroxylase enzyme is absent in your body will be getting accumulated with phenylalanine compounds, and this phenylalanine compounds must need to convert it into tyrosine. This will not be happening. Okay, anganeyana accumulation varunadum. You'll be having mental retardation, your skin color will be altered, like a lot of problems will be there. Okay, yes. And or now checkade GAG is converted into GUG is a condition which is related to GAG converting into GUG is a condition related to sickle cell anemia. Okay, fine.
Chromosomal theory of inheritance is proposed by Sutton and Boveri. Easy, pretty easy. My question is, chromosomal theory of inheritance is proved by T.H. Morgan. Example organism or typical organism used by T.H. Morgan is Drosophila, fruit fly. This theory is proposed by Sutton and Boveri, but it is proved by T.H. Morgan using the fruit fly. Okay, and he is trying to explain two terms related with this fruit fly. No, using that fruit fly, he is trying to explain two concepts. Which concepts? Linkage and recombination. Very good. T.H. Morgan this topics T.H. Morgan related concept you have to write linkage and recombination. Okay. Yes, and you have to study the diagram. I'll show you a question. Pedigree chart, pedigree symbols. You remember symbols? Okay. How many lines will be there in between a male and a female if it is consanguineous mating? How many lines will be there in a male and a female if it is having a consanguineous mating? 2. Okay. Double bond. Okay, fine. Question in a mice, Y is the dominant allele for yellow fur and small capital Y. Small y is the recessive allele for grey fur. Since Y is lethal when homozygous, the result of the cross capital Y small y cross capital Y small y will be dash. Very good, Fatima. Option A, right? Option A. Karanam 2 yellow is to 1 grey. How this yes? Yes. This cross obviously cross the result will be like this. Result cross in the result. Yes, it is given that since Y is lethal when homozygous, capital Y is lethal in homozygous. This is the homozygous condition. Lethal so only 3 will be present. 3 yellow is to 1 grey. Correct answer. So what happens? These 2 are yellow. This one is grey. 2 yellow is to 1 grey. Every answer yes, that's this is how you get it. Sabash. Anjana 2 2 previous. Okay. Illa cheydale tettullu. That's great. Study the figure. Identify which of the crosses the strength of linkage between the genes is higher. A cross A and cross B. You are able to see this? Yeah. Parayu. Which one? Cross A. Why? Why? Provide a reason. Closer. Just simply look here. Cross A genes and capital Y and small w. These are sitting close to each other. Look here. Small w and small m. These are far apart. But swabhavigamayitum close side genes linkage far away there is a chance that they might go for recombination. Cross linkage that is cross A. Simple answer. Just a position give reason you have to provide that this is a reason because they are sitting closer. Reason. Okay, next. Yes. A woman with blood group A marries with a man which is having blood group O. Discuss the possibilities and you have to write yes or no. First possibility is they produce children with blood group A only. Second possibility is they will be producing some with O group and some with A group. Which one? Yes or no? Possible if this is possible, yes or no. Producing A only. Producing O and as well as A. First one is no, yes or no. First one is a no. Big no. Karanam
ഇവിടെ എ മാത്രമല്ല ഉണ്ടാവുന്നത് അല്ലേ, ഓന്റെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ദർ ഈസ് എ ചാൻസ് ദാറ്റ് എങ്ങനെ പോയാലും ഒരു കുട്ടിയെങ്കിലും ഓ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓൺലി എ എന്ന് പറയുന്നത് ഇസ് എ നോ, ബിഗ് നോ. പിന്നെ രണ്ടാമത്തെല്ലോ ഇത് ശരിയല്ലേ, ഒബ്വിയസ്ലി ദർ ഈസ് എ ചാൻസ് ദാറ്റ് കുറച്ചെണ്ണം എ ഗ്രൂപ്പും കുറച്ചെണ്ണം ഒ ഗ്രൂപ്പ് ആയിരിക്കും. സോ ദിസ് ഇസ് എ യെസ് അല്ലേ. എന്റെ അവിടെ നോ എന്നും വരും, ബിന്റെ അവിടെ എന്ത് വരും, യെസ് എന്നും വരും. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് യു ഹാവ് ലൈക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞെങ്കിൽ അതിന്റെ റീസൺ എഴുതുക, ചെറുതായിട്ടൊന്ന് റീസൺ എഴുതി വെച്ചേക്കാം. ഞാനിവിടെ അത്യാവശ്യം കാര്യമായിട്ട് റീസൺ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയുന്ന റീസൺ തന്നെ. ഓക്കെ, അടുത്തത് നോക്കുക. A cross between a couple resulted in a son who was hemophilic and normal daughter. In course of time, when their daughter was married to a normal man, to their surprise, the grandson was also hemophilic. You read this condition. Represent this cross in a pedigree chart form. വരയ്ക്കാൻ പറ്റുമോ? Can you try? No? Yes. Okay. പാരൻസിനെ നമ്മൾ ലൈക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പാരൻസിനെ ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? യെസ്. അരേ വാ, നീ മറ്റൊന്നല്ല പരീക്ഷ എഴുതാൻ പോകുന്നത്. എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തായോ? ഐ വിൽ കം ആൻഡ് ഹെൽപ്പ് യു. ഐ ഡോണ്ട് നോ വെദർ ഐ വിൽ ഗെറ്റ് ലീവ് ഫ്രം ഹിയർ, പക്ഷെ ഞാൻ വരാം. എന്നാലും you draw this, we'll check. അഞ്ജന വരയ്ക്കുവാണല്ലോ അല്ലേ? Just ask because a lot of pillows are there on my screen, that's why. You got it? പെഡിഗ്രി വെച്ചിട്ട് വരയ്ക്കണം കേട്ടോ, കാരണം പെഡിഗ്രി പറഞ്ഞേക്കണം. യു കാൻ ഗോ ഫോർ സിമ്പിൾസ് അല്ലാതെ നമ്മൾ ഈ എക്സ് 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 വൈ അങ്ങനത്തെ സംഭവം വെച്ച് വരയ്ക്കാൻ പറ്റത്തില്ല. പെഡിഗ്രി കഴിഞ്ഞോ? നോ? ഓക്കെ. 6 എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല, എവിടെ എത്തിയാലും നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യും ബാക്കി. യെസ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് വരച്ചു വെച്ചേക്കുന്നതെന്ന് നോക്കൂ. ഓക്കെ, യാ പോകുന്നില്ല കേട്ടോ. ദിസ് ഈസ് വാട്ട് യു ഹാവ് ഡ്രോൺ. ക്യാരിയറിന് ഇങ്ങനെ വരയ്ക്കണമെന്നില്ല, വരച്ചില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. കിട്ടിയോ? ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? കിട്ടിയോ? ആ യെസ്, കുറച്ച് പേർക്ക്. ഫൈൻ, വരച്ചവർക്കേ കിട്ടിയുള്ളൂ അല്ലേ? അഭിജിത്ത് ഡൗട്ടാണോ? ചാറ്റ് ബോക്സിൽ ഇട്ടോ, അല്ല കിട്ടിയെന്നാണ്. ഓക്കെ ഫൈൻ. ഓക്കെ, പിന്നെ കുറച്ചു പേരൊക്കെ ഇവിടെ വെറുതെ ആ കസേരയിൽ ഇങ്ങനെ ആടിയിരിക്കുന്നല്ലാതെ അവിടെ ഒരുത്തർ ഇരിപ്പുണ്ട്, അവൻ ആ പുസ്തകം പോലും എടുത്തിട്ടില്ല, കമന്നിടുന്ന് ചിരിക്കുന്നുണ്ട്. സഞ്ജയ് എന്തോ എഴുതി വെക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ ഓക്കെ. എന്താ ഇൻഹെറിറ്റൻസ്? ജെഫിന് എവിടെയോ ജെഫിന് കൊണ്ടുപോലെ തോന്നുന്നില്ലേ, അവൻ ചിരിക്കുന്നുണ്ട്. എനിവേ എടാ, ദിസ് ഇസ് ഓൾസോ കൈൻഡ് ഓഫ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. എ കളർ ബ്ലൈൻഡ് ചൈൽഡ് ഈസ് ബോൺ ടു എ നോർമൽ കപ്പിൾ. വർക്ക്ഔട്ട് ക്രോസ് ടു ഷോ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ. മെൻഷൻ ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. കളർ ബ്ലൈൻഡ് ചൈൽഡ് ഈസ് ബോൺ ടു എ നോർമൽ കപ്പിൾ. അങ്ങനെ ബോൺ ചെയ്യുവോ? ഇത് വരച്ചു നോക്കണ്ട, ജസ്റ്റ് പറയൂ. വരാനുള്ള ചാൻസ് ഉണ്ടോ? യെസ്, ഇല്ല. Color blind child, no gender is specified there. You are saying no, why? A color blind child is born to a normal couple. If you are saying no, you have to say why. Male child will be affected. For that normal couple ആണെങ്കിൽ പറ്റൂ. മെയിൽ ചൈൽഡിന് അസുഖം വരണമെങ്കിൽ നോർമൽ കപ്പിൾ നമ്മുടെ ഒരു ക്ലൂ തന്നിട്ടില്ലേ? ഡേ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാനൊരു അമ്മ, എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്, ഞാനും ആ ആളും വി ആർ നോർമൽ, വി ആർ ഗെറ്റിംഗ് എ കളർ ബ്ലൈൻഡ് ചൈൽഡ്. ഇസ് ദിസ് ഓക്കെ? ഇതാണ് ചോദ്യം. ഇഫ് ഫീമെയിൽ ഈസ് എ കാരിയർ, കളർ ബ്ലൈൻഡ് ചൈൽഡ് ഉണ്ടാവൂടാ? അപ്പോഴും ഉണ്ടാവോ? ചെയ്തു നോക്ക്, അറിയത്തില്ല, ചെയ്തു നോക്ക്. എന്തോ പറയാനാ ഞാൻ.
സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസീസ് അല്ലേ കളർ ബ്ലൈൻഡ്നെസ്? യെസ്, ദ ഫീമെയിൽ ഇസ് കാരിയർ, ദ ചൈൽഡ് ഇസ് മെയിൽ. ഓക്കെ, ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ കിട്ടും. ഗ്രാൻഡ് പാരൻസ് വരെ വരാൻ പറ്റില്ലേ? No, the dad have the disease if he is a carrier. എൻ്റെ അമ്മേ, suppose we are just giving a random guess കേട്ടോ. ഓക്കെ, മദർ ഈസ് എ കാരിയർ, നോർമൽ ആയിട്ടുള്ള ഫാദർ. ഒബ്വിയസ്ലി there are several chances. പക്ഷേ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള എക്സും ഓക്കെ കളർ ബ്ലൈൻഡ് അല്ലാത്തൊരു എക്സും കൂടെ കമ്പൈൻ ചെയ്ത് ഇവർക്കൊരു ബേബി ഉണ്ടായാൽ ഷീ മൈറ്റ് ബി എ കാരിയർ അല്ലേ? ദിസ് ഇസ് എ ചാൻസ്, റൈറ്റ്? യെസ്, കളർ ബ്ലൈൻഡ് എക്സും നോർമൽ വൈയും കൂടെ കമ്പൈൻ ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? ഇങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടും. ദിസ് ഇസ് എ മെയിൽ ചൈൽഡ് ആൻഡ് ഹീ വിൽ ബി ഒബ്വിയസ്ലി ഡിസീസ്ഡ് അല്ലേ? ഹീ വിൽ ബി ഒബ്വിയസ്ലി ഡിസീസ്ഡ്, റൈറ്റ്? അപ്പം ഇത് ശരിയല്ലേ? ഇത് ശരിയല്ലേ അല്ലേ? കാരിയർ ആണ് എന്നുള്ളത് നമ്മളോട് സ്പെസിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ കാരിയർ ആണെങ്കിൽ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് എഴുതണം കേട്ടോ. യു കനോട്ട് ഡിനൈ ദിസ് എൻറ്റയർ ഫാക്ട്. യു ഹാവ് ടു സേ ദാറ്റ് ഇഫ് ഷീ വാസ് എ കാരിയർ, ഇഫ് മദർ വാസ് എ കാരിയർ, ദർ ഇസ് എ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ്. കണ്ടോ, ഇതാണ് സംഭവം. നമ്മൾ ഇതൊന്ന് വരച്ചു വെച്ചാൽ കുറച്ചുകൂടെ നല്ലത്. ഇവിടെ വരയ്ക്കാൻ ഓൾറെഡി പറഞ്ഞേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇത് നോക്കിക്കേ, നിങ്ങളോടൊരു കളർ ബ്ലൈൻഡ്നെസ് റിലേറ്റഡ്, സോറി, സിക്കിൾ സെൽ അനീമിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചേക്കുന്നത്. ഇതൊരു റെപ്രസെൻറ്റേഷൻ ആണ്. ഏത് പെപ്റ്റൈഡ്? HbA പെപ്റ്റൈഡ് ആണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഈസ് ദിസ് റെപ്രസെൻറ്റേഷൻ ഇൻഡിക്കേറ്റിംഗ് നോർമൽ ഹ്യൂമൻ ഓർ എ പേഴ്സൺ സഫറിംഗ് ഫ്രം എ സർട്ടൻ ജെനറ്റിക് ഡിസീസ്? HbA പെപ്റ്റൈഡ് നോർമൽ ആണോ അതോ ഡിസീസ്ഡ് ആണോ? നോർമൽ ആണോ ഡിസീസ്ഡ് ആണോ? നോർമൽ ആണോ നോർമൽ ആണോ ഡിസീസ്ഡ് ആണോ? HbA പെപ്റ്റൈഡ് ഇറ്റ് ഈസ് നോർമൽ കേട്ടോ. ഇനിയിപ്പോൾ നോർമൽ അല്ല എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ ഈ 6ാമത്തെ പൊസിഷനിൽ യു ലുക്ക് ഹിയർ, ഇറ്റ് ഈസ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഇഫ് ഇറ്റ് വാസ് വാലിൻ ഇറ്റ് ഈസ് ഡിസീസ്ഡ്. നോ, ഇറ്റ് ഈസ് നോട്ട്, ബിക്കോസ് ഇവിടെ ഗ്ലൂട്ടാമിക് ആസിഡ് ആയതുകൊണ്ട് ദിസ് ഇസ് നോർമൽ കേട്ടോ. ഗീവ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് 6th പൊസിഷനിൽ, അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ എഴുതുക. ഓക്കെ, yes. And what is the difference you might notice in the phenotype of the normal and the sufferer related to the gene? Phenotype എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാവോ? ഫീനോടൈപ്പ് ആരുടെ ഫീനോടൈപ്പിന്റെ കേസ് പറയാം നമുക്ക്? RBCയുടെ ഫീനോടൈപ്പിൽ ചേഞ്ചസ് ഉണ്ടാവില്ലേ? ഫീനോടൈപ്പ് മീൻസ് ഫിസിക്കൽ നേച്ചർ, നോട്ട് അവർ ഫിസിക്കൽ നേച്ചർ. നോർമൽ ആളുടെ ഫിസിക്കൽ നേച്ചർ ഓഫ് RBC, സഫററിന്റെ ഫിസിക്കൽ നേച്ചർ ഓഫ് RBC തമ്മിൽ ഒബ്വിയസ്ലി വ്യത്യാസം ഉണ്ടാവും അല്ലേ? What happens to the sufferer? Sickle shaped RBC ആയിട്ട് മാറിയിട്ടുണ്ടാകും അല്ലേ? And that is leading to a lot of diseases like clotting, അല്ലെങ്കിൽ ഓക്സിജൻ കപ്പാസിറ്റി ഗെറ്റിംഗ് ലോവേർഡ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലേ? ഫിനോടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ഇറ്റ് ഈസ് എ ഫീമെയിൽ ഓർ മെയിൽ, ആർക്കാണ് കുറച്ചും കൂടെ ചാൻസസ് ഓഫ് ഹാവിങ് ദിസ് ഡിസീസ്? Who is having more chances? Who is having more chances? Males. Why? എല്ലാ അസുഖവും മെയിൽസിന് വരട്ടെ നമുക്ക്. No, it's equal. Why? Why means gender specific ആണോടാ ഇത്? X-linked disease ആണോ ഇത്? This is not an X-linked disease or a sex-linked disease. This is an autosomal disease. അല്ലേ? Autosomal disease ആവുമ്പോൾ will it have any influence on the gender? No. അല്ലേ? That is why നിങ്ങൾ എന്ത് എഴുതണം? Equal chances of both of them. കേട്ടോ? Yes. ഇതൊന്ന് പറയാൻ ശ്രമിച്ചേ. Pattern of inheritance where this parent is not resembling, not parent, this progeny is not resembling either of the two parents and in between the two. അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, resembles any one of the two parents. ഫസ്റ്റ് വൺ പറയൂ. ഫസ്റ്റ് വൺ ഇൻ ബിറ്റ്വീൻ ദ ടു എന്ന് പറയുമ്പോൾ എന്താ? ഇൻ ബിറ്റ്വീൻ ദ ടു, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് അല്ലേ? വെരി ഗുഡ്. ഇതോ എമംഗ് വൺ, എനി വൺ ഓഫ് ദ ടു. എന്നതാണെന്ന് പറയുന്നില്ല, ഏതെങ്കിലും ഒരു പാരന്റിനെ റിസംബിൾ ചെയ്യും. എനി വൺ പാരന്റ്. നോർമൽ ഡൊമിനൻസ്
അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡൊമിനൻസ് എന്നോ എന്ത് വേണമെങ്കിൽ പറയാം, നോർമൽ ഡൊമിനൻസ് അല്ലേ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ഇത് വെച്ചുപോയി, എന്നാലും ശ്രദ്ധിച്ചേക്കുക. മെൻഷൻ ദ ടൈപ്പ് ഓഫ് എല്ലീൽ ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇറ്റ് സെൽഫ് ഓൺലി ഇൻ എ ഹോമോസൈഗസ് സ്റ്റേറ്റ് ഇൻ എൻ ഓർഗാനിസം. ഹോമോസൈഗസ് ആയാൽ മാത്രം എക്സ്പ്രസ്ഡ് ആവുന്ന അല്ലീലിനെ നമ്മൾ എന്താ വിളിക്കുക? ഹോമോസൈഗസ് ആവുമ്പോൾ മാത്രം എക്സ്പ്രസ്ഡ് ആവുന്ന അല്ലീലിനെ നമ്മൾ എന്താ വിളിക്കുക? റെസസീവ് അല്ലീൽ, റൈറ്റ്? റെസസീവ് കണ്ടീഷനിൽ വന്നാലല്ലേ ഹോമോസൈഗസ്, അല്ല റെസസീവ് കണ്ടീഷനിൽ ഇരിക്കുന്ന എല്ലാവരും ഹോമോസൈഗസ് അല്ലേ. അവർ ഹോമോസൈഗസ് ആയിട്ട് വന്നാൽ മാത്രമല്ലേ ഇൻഫ്ലുവൻസ്ഡ് ആവുള്ളൂ അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് ആവുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് മാസ്ക്, റൈറ്റ്? യെസ്, ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമുക്ക് ഇടയിൽ സമയം ഉണ്ടെങ്കിൽ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇടയിൽ സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ നാളെയോ ഒക്കെ നമുക്ക് ഇന്ന് എന്തായാലും കിട്ടത്തില്ല, നാളെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇടയിലുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, മൈ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക്, you remember all those experiments? Yes. Oswald Avery, McLeod and McCarthy കണ്ടുപിടിച്ചത് എന്ത്? What did they found out? പുസ്തകം ഇങ്ങനെ മറിക്കുക, അതന്നെ പണി. ബയോകെമിക്കൽ നേച്ചർ ഓഫ് ഗ്രിഫിത്ത്സ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയാം. അതർവൈസ് ദേ ആർ ദ സെയിം ഹൂ സെഡ് ദാറ്റ് DNA is the genetic material, അല്ലേ? അവരാണ് ഈ ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിന്റെ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ചെയ്തത്. എന്നിട്ട് ലാസ്റ്റിൽ അവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞു വെച്ചു, ദാറ്റ് ദിസ് ഇസ് ദ ജെനറ്റിക് മെറ്റീരിയൽ, ദിസ് DNA is the genetic material. പിന്നെ അതിന്റെ പുറകെ വന്നതാണ് ആര്? ഹെർഷി ചേസ്, റൈറ്റ്? യെസ്. സെമി കൺസർവേറ്റീവ് മെത്തഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണെന്ന് പ്രൂവ് ചെയ്ത എക്സ്പെരിമെന്റ് ചെയ്താ? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണെന്ന് പ്രൂവ് ചെയ്ത എക്സ്പെരിമെന്റ് ഏതാ? (15NH4Cl). ആ, ഓക്കെ. പക്ഷെ അതെന്താ, ഒരു പേരില്ലേ? ഇതിനെ നോക്കി പറയാൻ പറ്റുന്നില്ല. മീസൽസ് ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് എന്നല്ലേ? നോക്കി പറയാൻ പോലും പറ്റത്തില്ല. മീസൽസ് ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് കിടപ്പുണ്ട്. ഓക്കെ, യു റിമെമ്പർ ചർഗാഫ്സ് റൂൾ? സിമ്പിൾ ആയിട്ട് ചർഗാഫ് റൂളിന്റെ ഇക്വേഷൻ പറയൂ. സിമ്പിൾ ഇക്വേഷൻ യൂസ് ചെയ്. A plus G equals A plus G അതൊന്നുമല്ല. റേഷ്യോ ഓഫ് പ്യൂരിൻ ഈസ് ഈക്വൽ ടു pyrimidines, അതാണ് അല്ലേ? റൈറ്റ്, ഓക്കെ. A plus T അല്ല, A equals T plus C equals G equals 1. ഇങ്ങനെയൊക്കെയാണോ ഇക്വേഷൻ? എങ്ങനെയാണോ ഇക്വേഷൻ? Yes, we can say that A plus G that is equal to T plus C and their ratio is equal to 1 എന്നുള്ള രീതിയിൽ അല്ലേ? ആവശ്യമില്ലാത്തടത്തൊക്കെ കൊണ്ട് is equal to ഇട്ട് വെച്ചിട്ടുണ്ട്. You remember this packaging of DNA? Yes. What are NHC proteins? Non-histone chromosomal proteins. Okay. Post-transcriptional modification ഒക്കെ ഓർമ്മയുണ്ടോ? Yes. One thing you have to remember, Lac-Operon's diagram. ഇനി തൊട്ട് മുന്നത്തെ ഇയർ 2023. ഓക്കെ, ആ വർഷം വരയ്ക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ യു ഹാവ് ടു ഡ്രോ ദിസ് Lac-Operon, കേട്ടോ. And you have to study the role of each of the enzymes, like what is the role of Z, what is the role of Y, what is the role of A, what is the role of A, what is the role of A? Structural gene A will produce dash. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ട്രാൻസ് അസറ്റിലേസ്. What is the purpose of trans acetylase? What is the purpose of trans acetylase? It will convert lactose into an activated form. Okay. Yes. എല്ലാം പഠിക്കണം. HGP and DNA fingerprinting also. ഒന്ന് ക്ലിക്ക് ചെയ്യോ. HGP and DNA fingerprinting also you have to study. Okay. Yes. ഇവിടെ രണ്ട് strands of DNA തന്നിട്ടുണ്ട്, X and Y. Which one is the template strand? Identify. Template strand ഏതാണ്? X. You sure?
Why? It is in a 3' to 5' condition. And the polarity is 3' to 5'. 3' to 5' വരുന്നതല്ലേ template strand? Yes, okay. ഇത് നോക്കൂ, ഇവിടെ ഒരു template strand is given. Write down the corresponding coding strand, mRNA strand that can be formed along with their polarity. എഴുതാൻ പറ്റുമോ? Yes. What do we have to do if it is to be converted into coding strand? വെറുതെ തിരിച്ചിട്ടാ മതിയോ? വെറുതെ തിരിച്ചിട്ടാ മതിയോ? നോ. See, ശ്രദ്ധിക്കൂ. This is a template strand. Okay. You have to write, first you have to write the coding strand. My question is, coding strand എഴുതുമ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, കോഡിംഗ് സ്ട്രാൻഡ് എഴുതുമ്പോൾ ഈ ടീൻ്റെ അവിടെ എല്ലാം യു ഇട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? Do we have to? No. What we have to do? We have to just change the polarity. Polarity will be 5' to 3'. ആണോ? Yes. Instead of A എന്ത് വരും? T വരും അല്ലേ? കോംപ്ലിമെന്ററി റൂൾ വെച്ച് നമ്മൾ എഴുതി പോകണം. ടീനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇറ്റ്സ് എ കോഡിംഗ് സ്ട്രാൻഡ്. ഇറ്റ് ഈസ് നോട്ട് എൻ mRNA ടിൽ നൗ അല്ലേ? ടിക്ക് ഓപ്പോസിറ്റ് എ വരും, ജിക്ക് ഓപ്പോസിറ്റ് സി വരും, അങ്ങനെ എഴുതി പോവാ. Is it right? This will be the coding strand. Correct ആണോ മിസ് പറഞ്ഞത്? Yes. When it comes to this mRNA strand, അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? mRNA സ്ട്രാൻഡ് ആവുമ്പോഴത്തേക്കും നമ്മൾ എന്തോ ചെയ്യണം? ഇൻസ്റ്റെഡ് ഓഫ് ടി നമ്മൾ അവിടെ എല്ലാം എന്തിട്ടിട്ട് പോകണം? യു ഇട്ട് പോകണം. വാട്ട് അബൌട്ട് ദ പൊളാരിറ്റി? വിച്ച് വണ്ണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇത് ചെയ്യേണ്ടായിരിക്കുക? mRNA ഉണ്ടാക്കേണ്ടായിരിക്കുക? ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ടെംപ്ലേറ്റ് ആയിരിക്കും, കോഡിംഗ് ആയിരിക്കും? അങ്ങനെയൊന്നും ചോദിക്കരുത് അല്ലേ? ടെംപ്ലേറ്റ് ആയിരിക്കോ, കോഡിംഗ് ആയിരിക്കോ? കോഡിംഗ് സ്ട്രാൻഡ്, ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, രണ്ടും പറയുന്നുണ്ട്. ടെംപ്ലേറ്റ്, ഓക്കെ ഫൈൻ. ഇത് എഴുതാൻ പഠിക്കണം. വലിയൊരു സ്ട്രാൻഡാ, കാണാതെ ലൈക്ക് എന്താ പറയുക, കാണാതെ അല്ല ഞാൻ പറയുന്നത്, നോക്കി കറക്റ്റായിട്ട് തെറ്റാതെ എഴുതുക ഈസ് നെസസറി കേട്ടോ. സംടൈംസ് ഇങ്ങനെയുള്ള സ്ട്രാൻഡ്സ് വരാറുണ്ട്. വലിയ സ്ട്രാൻഡ്സ് ഒന്നും പൊതുവേ തരലില്ല, എന്നാലും അയ്യോ. ഓക്കെ എനിവേ സാരല്ല. നിങ്ങളോട് നോക്കിക്കേ, ഇവിടെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. Here RNA segment is given. Okay, write the complete name of the enzyme which is used for the transcription. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് ഒരു എന്തുണ്ടാക്കണം? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഉണ്ടാക്കണം. One strand is given here. നമ്മളൊരു എന്തുണ്ടാക്കണം? കംപ്ലീറ്റ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. പോസിബിൾ ആവുമോ? If template strand is given, should we convert into coding strand before writing the mRNA? No need. കാരണം if it is just given that question തന്നിട്ടുണ്ട് you have to write this coding strand, നിങ്ങൾ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ തന്നെ you can convert it into mRNA. No. നേരത്തെ ക്വസ്റ്റ്യനിൽ രണ്ടും എഴുതാൻ പറഞ്ഞിട്ടുണ്ടായി. That's why we wrote both of them. അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ you don't need to write coding strand. With the template itself you can produce the mRNA, right? അപ്പം അങ്ങനെ പോവാം കേട്ടോ. When RNA segment is given, you have to like RNA segment അല്ല, ഒരു സെഗ്മെന്റ് തന്നിട്ടുണ്ട്, അതിന് RNA ആക്കിയിട്ട് അതിനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഒക്കെ നിങ്ങൾ റെഡി ആക്കുക. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യും? RNA ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് വി ഹാവ് ടു മേക്ക് ഇറ്റ് ഫ്രം ദിസ്. നമ്മൾ ഇതിൻ്റെ മുന്നിലും പിന്നിലൊക്കെ എന്താ ആഡ് ചെയ്യേണ്ടത് അത് ഓർത്താൽ മതി. മുന്നിലും പിന്നിലൊക്കെ എന്താ ആഡ് ചെയ്യണം? ഒന്നും ആഡ് ചെയ്യണ്ടേ? ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ 3 പോർഷൻസ് ആണ്. ഇഫ് ദിസ് ഇസ് എ സെഗ്മെന്റ്, this will be the structural gene. Before the structural gene we have MGPPPO. അതൊന്നും ഇവിടെ അല്ല മക്കളെ, not here. This is a piece of അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണോ ഇത്? അല്ലേ? നൈട്രജൻ ബേസിൻ്റെ അല്ലെങ്കിൽ ബേസസിൻ്റെ ബേസ് പേഴ്സിൻ്റെ ഒരു സീക്വൻസ് ആണെന്ന് വിചാരിക്കും. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആക്കി മാറ്റുകയാണ്. So before the sequence we have to add one thing, that is promoter. Right? ഒരു പെട്ടി വരച്ചിട്ട് പ്രൊമോട്ടർ എന്ന് എഴുതി വെക്കുക. Later after this we have to draw the terminator. This is given in 5' to 3'. That means in the strand this is the coding strand. So we have to develop one template strand for this. ഇതുണ്ടെങ്കിൽ ഇതിനെ കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ?
പറ്റത്തില്ലേ? യെസ്. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. Once you have to add this promoter, then you have to add the terminator. At the end you have to draw the template strand also. മനസ്സിലായോ? ടെംപ്ലേറ്റ് സ്ട്രാൻഡും കൂടെ വന്നാലാണ് സ്ട്രക്ചറൽ ജീൻ ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ക്ലിക്ക് ചെയ്തോ? യെസ് യെസ്. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് അറ്റ് ദ എൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാവേ. ഇവിടെ ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട്. XYZ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബോൺസ് അവിടെ ലേബിൾഡ് ആണ്, ലിങ്കേജസ് കാണിച്ചിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് വിച്ച് ലിങ്കേജ് ഇസ് ഗിവൻ ഇൻ X, Y and Z. വാട്ട് ഈസ് X? വാട്ട് ഈസ് X? X ഉണ്ടോ? X is here, Y is here, Z is there. X is glycosidic linkage. Very good. X is glycosidic linkage because that is a nucleoside. Nalle? Okay. N glycosidic linkage. And what is Y? What is Y? What is Y? Phosphodiester. Phosphodiester or phosphoester? Phosphoester, right? Z will be phosphodiester. കാരണം 2 ന്യൂക്ലിയോടൈഡ്സ് അല്ലേ അത്, ബിറ്റ്വീൻ 2 ന്യൂക്ലിയോടൈഡ്സ്, അതുകൊണ്ട് ഫോസ്ഫോഡയസ്റ്റർ. ക്ലിയർ? യെസ്. ഓർക്കാട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഒന്ന് ക്ലിക്ക് ചെയ്യോ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കരുത്. ഐ ഹാവ് ജസ്റ്റ് ഗോട്ട് ദീസ് ക്വസ്റ്റ്യൻസ്. മേക്ക് ഷുവറിങ് ദാറ്റ് നിങ്ങൾ ഇതുപോലെ വലിയ ഇച്ചിരി ടഫായിട്ടുള്ള സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെന്നുള്ളത് വരുത്താൻ വേണ്ടി മാത്രം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രോ ലൈക്ക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളല്ലേ. Why do I need to make it again and again? Okay, yes. How HRNA is processed to form mRNA? What is HRNA? What is HRNA? What is HRNA? Heterogeneous nuclear RNA. Okay, fine. How it is converted into an mRNA? What we have to do? 3 processes we have to do, right? Alle? Splicing, capping, tailing. Alle? Ano? In which organism this kind of a process is happening? In which organism this kind of a processing is happening? Bacteria? Is it? Eukaryotes. Alle? Bacteria is a eukaryote? Huh? Bacteria തെറ്റിപ്പോയില്ലേ? യെസ്. യൂക്കാരിയോട്സിൽ നടക്കുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ആണ് ഈ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി യൂഷ്വൽ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ദേ വിൽ ബി ഗെറ്റിംഗ് RNA വിച്ച് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്ലേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യണം. ദ പ്രോസസ്സസ് ദാറ്റ് വി ഡു ഇസ് സ്പ്ലൈസിങ്, ക്യാപ്പിംഗ് ആൻഡ് ടൈലിംഗ്. സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വി ആർ ജസ്റ്റ് റിമൂവിങ് ദ ഇൻട്രോൺസ്, എന്നിട്ട് നമ്മൾ എല്ലാ എക്സോൺസും കൂടെ ചേർത്തിട്ട് ഒരു പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടാക്കിയെടുക്കും അല്ലേ. ദാറ്റ് ഇസ് സ്പ്ലൈസിങ്. ദെൻ വാട്ട് ഈസ് ക്യാപ്പിംഗ്? ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ് വി ആർ ആഡിങ് എ കൈൻഡ് ഓഫ് എ ക്യാപ്പ്. എന്ത് വെച്ചിട്ട്? മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്, റൈറ്റ്? മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നതാണ് ക്യാപ്പിംഗ്. And at the end, like a tail, we are adding adenylate residues. About 200 residues of adenylate we are adding. Alle? That is why this tailing is also called as? Tailing is also called as? It will start with a P. It will start with a P. Polyadenylation. Tailing is also called as polyadenylation because we are adding multiple adenylate residues. Okay? Another name for tailing ortho vekka keto. Okay, yes. 35S ഉം 32P ന്റെ റോൾ ഇൻ ഹെർഷി-ചേസ് എക്സ്പെരിമെന്റ്. സൾഫറിന്റെ ഫോസ്ഫേറ്റിന്റെ റോളാണ് സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നത്. Why this was a radioactive sulfur and radioactive phosphorus? ഓർക്കുന്നുണ്ടോ? ഹെർഷി-ചേസ് അല്ലേ? റേഡിയോ ലേബിൾഡ് ആയിരുന്നു. ആൻഡ് 35S ഗ്രോ ചെയ്തപ്പോൾ which one was showing radioactivity? Genetic material or the protein coat? Bacteriophage in experiment ഓർക്കുന്നില്ലേ? Bacteriophage in experiment ഓർക്കുന്നുണ്ട്. And in that, if this bacteriophage, if this thing was grown in this 35S medium, protein coat ആണോ അതോ genetic material ആണോ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടാവുക? പ്രോട്ടീൻ ആണ് അല്ലേ? ബിക്കോസ് പ്രോട്ടീൻ കണ്ടെയ്ൻസ് സൾഫർ
ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ എന്താ ഉള്ളത്? ഫോസ്ഫറസ് ആണ്. അപ്പോൾ 32 ഫോസ്ഫറസിൽ ഇട്ടാലാണ് ജനറ്റിക് മെറ്റീരിയൽ വിൽ ബി ഷോയിങ് റേഡിയോ ആക്ടിവിറ്റി അല്ലേ? ഓർക്കുന്നുണ്ടോ ആ സംഭവം? ജനറ്റിക് മെറ്റീരിയൽ എന്തുണ്ട്? ഫോസ്ഫറസ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് 32P എന്ന് പറഞ്ഞ മീഡിയത്തിലിട്ട് ഗ്രോ ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ റേഡിയോ ആക്ടിവിറ്റി കാണിക്കത്തുള്ളൂ. അതർവൈസ് ഇപ്പൊ നമ്മൾ 35S ഇട്ടിട്ടാണ് കൾച്ചർ ചെയ്യുന്നതെങ്കിൽ പ്രോട്ടീൻ കോട്ടായിരിക്കും റേഡിയോ ആക്ടിവിറ്റി കാണിക്കുക. ബിക്കോസ് സൾഫർ ഈസ് നോട്ട് പ്രസന്റ് ഇൻ ജനറ്റിക് മെറ്റീരിയൽ. സൾഫർ ഈസ് ഓൺലി പ്രസന്റ് ഇൻ പ്രോട്ടീൻ. ഓക്കെ ഓക്കെ. Following are the features of genetic code. What does each indicate? Stop codon. What is stop codon? Example parne stop codon inde. What is a stop codon? 3 stop codons are there. One of them. Any one of them. UGA. Okay. UGA, UAG, then UAA. AGA എന്ന് പറഞ്ഞു. AGA തെറ്റാ. A വെച്ച് സ്റ്റാർട്ട് ചെയ്യില്ല. Every stop codon is starting with a U. Okay. Unambiguous codon. What does it mean by unambiguous codon? Unambiguous codon എന്താ? Unambiguous. ഓർക്കണം കേട്ടോ, ഈ വേർഡ്സ് ഒക്കെ ഓർക്കേണ്ടതാ. Unambiguous codon എന്ന് വെച്ചാൽ എന്താ? What is degenerate? Degenerate എന്താ? ഒരു അമിനോ ആസിഡ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. This is coded by many codons. കുറേ കോഡോൺസ് ഒരു അമിനോ ആസിഡിന് വരുന്നതിനെയാണ് we call it as degenerate. Right? Yes. നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാ പോരെ, unambiguous അല്ലേ? One code for amino acid. Yes. ഒരു കോഡ് ഒരു അമിനോ ആസിഡ് ആയിട്ടല്ലേ ഉണ്ടാവുള്ളൂ, കണക്റ്റഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലേ? സപ്പോസ് തിങ്ക് ഓഫ് മെത്തിയോണിൻ. ഓക്കെ, മെത്തിയോണിനെ കോഡ് ചെയ്യുന്നത് ആരാ? മെത്തിയോണിൻ ഈസ് കോഡഡ് ബൈ AUG. ഈ AUGക്ക് വേറെ ആരെങ്കിലും കോഡ് ചെയ്യാൻ പറ്റുമോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ? മെത്തിയോണിന് വേറെ ആരെങ്കിലും കോഡ് ചെയ്യാൻ പറ്റുമോ? മെത്തിയോണിന് വേറെ ആരെങ്കിലും കോഡ് ചെയ്യാൻ പറ്റുമോ? മെത്തിയോണിന്, ഞാൻ ചോദ്യം മാറ്റി, മെത്തിയോണിന് വേറെ ആരെങ്കിലും കോഡ് ചെയ്യാൻ പറ്റുമോ? Oh God. See, ഒന്നും കൂടെ. Methionine is called by AUG. Okay. Methionine എന്ന് പറയുന്ന അമിനോ ആസിഡിന് ഇവൻ അല്ലാതെ വേറെ കോഡോൺസ് ഉണ്ടാകുമോ? Is my question. What I have written before. One amino acid will have more than one codon. That means ഈ മെത്തിയോണിന് വേറെയും കോഡോൺസ് ഉണ്ടാകാം. Right? Yes. അല്ലേ? This condition is we call as degenerate, having more than one codon for one amino acid. Okay. നേരെ തിരിച്ചു ചിന്തിച്ചു നോക്കൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. നേരെ തിരിച്ചു ചിന്തിച്ചു നോക്കൂ. AUG, will this code for any other amino acid? No. This codon will be having only one partner. One amino acid, only one partner. കേട്ടോ? Only one amino acid will be there for one codon. ഇതാണ് എന്ത്? Unambiguous. Universal codon എന്താ? What is universal codon? Universal codon എന്താ? Whether you check in a bacteria or an animal or any man, all those codons and all those amino acids will be the same. Right? അല്ലേ? മെത്തിയോണിൻ കോഡ് ചെയ്യുന്നത് AUG തന്നെയായിരിക്കും. അതിപ്പോൾ ബാക്ടീരിയയിലാണെങ്കിലും മനുഷ്യനിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും. അല്ലേ? യെസ്, യു ഹാവ് ടു റിമെമ്പർ ദിസ്. കേട്ടോ? ഓക്കെ. ഒരു സിമ്പിൾ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ചെയ്തേക്കാം കേട്ടോ. ഹോസ്പിറ്റലിൽ വെച്ചിട്ടേ കുട്ടിയെ മാറിപ്പോയി. മറ്റേ ഇത് കണ്ടില്ലേ നിങ്ങൾ സീരീസ്, യു ഹാവ് സീൻ 1000 Babies? അതുപോലെ കുട്ടി മാറിപ്പോയി. ഹൗ വിൽ ദാറ്റ് പാരൻസ് വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് their own child? How they will be able to find out their own child? Which procedure they might use? അങ്ങനെയൊന്നും ചോദിക്കൂലായിരിക്കും, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. 2011 ചോദിച്ചിട്ടുണ്ട്. DNA fingerprinting. Similarly, train accident happened. We don't know who the person is. How will you find out? DNA fingerprinting. അല്ലേ? എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും DNA fingerprinting. കണ്ടുപിടിക്കുന്ന പരിപാടികളൊക്കെ എന്താ? DNA fingerprinting. കണ്ടോ? സിവിയർ ആക്സിഡന്റിന് ശേഷം കുറെ ഒരു സൈറ്റിൽ നിന്ന് ഒരുപാട് ബോഡീസ് കിട്ടി. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ ഡെഡ് വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DNA fingerprinting. You remember the steps? You remember the steps?
If you don't, please check out എന്ത് ദാ ഇവിടെ ഞാൻ സ്റ്റെപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്സ് ഒന്ന് നോക്കിയേക്കണം. ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. വിച്ച് ക്രോമസോം ഈസ് ഹാവിംഗ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ജീൻസ്? വിച്ച് ക്രോമസോം ഈസ് ഹാവിംഗ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ജീൻസ്? Which chromosome is having 21 na? No, only one. Chromosome number 1 is having the highest number of genes. Which one is having the lowest number of genes? Which chromosome is having the lowest number of genes? Why this 21 is appearing in between? I don't know. Y chromosome. Ella sex chromosomes illa. Among the sex chromosome, Y chromosome is the one having least number of genes. Keto. One more question. Which one gene is having the, which is the biggest gene, largest gene? One name is there for that gene, no? Which is the largest gene? Very good. Dystrophin. You remember? Dystrophin. What is the basic principle of DNA fingerprinting? What is the basic principle of DNA fingerprinting? VNTR, okay, plus one more thing is there. SNP, single nucleotide polymorphism. And the basic principles, VNTR and single nucleotide polymorphisms. Okay? Okay, Anna? This much? Yes. Okay, this is the chapters in the we have evolution after this. ഞാൻ 7 വരെയൊക്കെ തീർക്കണമെന്ന് വിചാരിച്ചു, ഒന്നും പക്ഷെ തീർന്നില്ല. No worries, നാളത്തെ chapters അത്യാവശ്യം easy going അല്ലേ? Organism and population evolution അല്ല സോറി ഇക്കോസിസ്റ്റം ഒക്കെ അത്യാവശ്യം ഈസി ആയതുകൊണ്ട് വി വിൽ മേക്ക് ഇറ്റ് അപ്പ് ടുമോറോ. ഓക്കെ, നാളെ വരുമോ? യെസ്, യാ, യു മസ്റ്റ്. നാളെ നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സ് റൺ ചെയ്യാം. ഓക്കെ, ടിൽ ദിസ് വരെയുള്ള ഈ അഞ്ചാമത്തെ ചാപ്റ്റർ വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അതിനകത്ത് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടാതെ പോയിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് നോക്കിയേക്കണം കേട്ടോ. ഇന്നിപ്പോൾ തന്നെ ഉറങ്ങാൻ പാടില്ല, കുറച്ച് സമയം കൂടെ പഠിച്ചിട്ട് വേണം ഉറങ്ങാൻ. ഓക്കെ, ഇങ്ങനെ ഉറങ്ങരുത് കേട്ടോ. 2 ദിവസത്തേക്ക് നോ സ്ലീപ്പ്. ഓക്കെ, നോ സ്ലീപ്പ് എന്ന് അറിയത്തില്ല, കുറച്ച് സ്ലീപ്പ് കുറവ്. ഓക്കെ, സ്ലീപ്പ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നല്ലപോലെ ഫുഡ് കഴിക്കുക. ഡോണ്ട് ഈറ്റ് എനിത്തിങ് ഫ്രം യുവർ ലൈക്ക് ലോക്കൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് കേട്ടോ. ഇപ്പം ഒന്നും കഴിക്കരുത്. നോട്ട് ഐ എം ബ്ലാബറിങ്, പക്ഷെ എന്നാലും പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് പുറത്തൊന്നും അധികം കറങ്ങാനും അങ്ങനെയുള്ളതിനൊന്നും പോകണ്ട. എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യേണ്ട. ബി കോഷ്യസ്, ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുക, നല്ലപോലെ ഫുഡ് കഴിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ, റിലാക്സ്. ഓക്കെ, യാ, ഓക്കെ. സോ എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പഠിക്കാതെ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പഠിച്ച് തീർക്കണം കേട്ടോ. ഓക്കെ, ബൈ ടുമോറോ എവറിത്തിങ് മസ്റ്റ് ബി കംപ്ലീറ്റഡ്, എല്ലാ ചാപ്റ്റേഴ്സും. ഓക്കെ, യാ, ഷാൽ വി വൈൻഡ് അപ്പ്? യെസ്, ഓക്കെ. അപ്പം ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.